നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇതിന്റെ ഒരു വിഷയം റിസർച്ച് ആയതുകൊണ്ട് അത്ര ഒരു വൺ വേ പ്രസന്റേഷൻ അത്ര ഒരു എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു തിയറിയോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ഇത് കിട്ടും. ഇതൊരു റിസർച്ച് ആയതുകൊണ്ട് അതിൽ താല്പര്യമുള്ളവർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അല്ലാത്തവർക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നാം. അതുകൊണ്ട് ഞാനൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പറ്റുന്നവർ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. കാരണം ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ സാധനം തന്നെയാണ്. റിസർച്ച് അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച റിസർച്ച് പേപ്പർ എഴുതിയ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. റിസർച്ച് എഴുതിയവരൊന്ന് ഒരു തംസപ്പ് ഇടോ, എനിക്കൊന്നൊരു ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് റീപ്ലൈ, എന്തെങ്കിലും റീപ്ലൈ. അതായത് നമ്മള് ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് ഒന്നുകൂടി ഫസ്റ്റ് ഇയർ റിസർച്ച് പേപ്പറിൽ എഴുതിയ ആളുകൾ, പഠിച്ചവരോ ഒരു എക്സാം അറ്റൻഡ് ചെയ്തവരോ എല്ലാവരും ഒക്കെ. രണ്ടാളേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അധികം റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയാണല്ലോ. കാരണം ഇതിലൊക്കെ കുറെ ആളുകൾ ഉണ്ടാവും, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മളെക്കാളും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യണം, ആദ്യം പറയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഞാനിപ്പോ ചെയ്തതാണ് ഫസ്റ്റ് ഇയറിന്റെ പേപ്പർ. അപ്പോൾ അതിന്റെ ഇത് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഈ യൂണിറ്റ് ഫുള്ളായിട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ചാൽ നമുക്കൊരു റിഹേഴ്സലിനുള്ള ഒരു അവസരം കൂടിയാണ്, ഒരു പൊടി തട്ടാനുള്ള ഒരു അവസരം. കാരണം ഇത് സെയിം സാധനം തന്നെ, ആ ഒരു ടോപ്പിക് സബ്ജക്റ്റ് മൊത്തം മാറ്റി കുറുക്കിയിട്ട് ഒരു യൂണിറ്റ് ആക്കിയതാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്, ഈ ചാപ്റ്റർ 2. ഇത് എത്രത്തോളം പോസിറ്റീവ് സൈക്കോളജി സബ്ജക്റ്റിനോട് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ രീതിയിൽ വന്നോളണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത്, പ്രത്യേകിച്ച് അവസാന ഭാഗത്ത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വെറുതെ ഒന്ന് ഇതിന്റെ ആകത്തുക, എന്നെ ഏൽപ്പിച്ചത് വെച്ചാൽ ഇതിന്റെ ഒരു ആകത്തുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണല്ലോ. അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പൊ ഏതായാലും റിസർച്ച് എന്ന് പറഞ്ഞാൽ ഏത് വിഷയ സബ്ജക്റ്റുമായിട്ടും നല്ല ഇന്റേണലി അത് നല്ലൊരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിസർച്ച് എന്ന് പറയുന്നത്. എല്ലാത്തിലും റിസർച്ചിലൂടെയാണ് സൈക്കോളജിയിലെ ബ്രാഞ്ചസ് ഒക്കെ റിസർച്ചിലൂടെ ഉണ്ടായതാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. റിസർച്ച് നമുക്കറിയാം എന്താണ് റിസർച്ച് എന്ന്. ആരെങ്കിലും ഒന്ന് റീപ്ലൈ. നിസാം ഭായ്. ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു വൺ വേ പ്രസന്റേഷൻ ഒരിക്കലും സ്കോപ്പ് ഇല്ലാത്തൊരു വിഷയമാണ്. ഒരു മിനിറ്റ്. റിസർച്ച് എന്ന് പറയുമ്പോൾ അതൊരു സയന്റിഫിക് സ്റ്റഡിയാണ്. സയന്റിഫിക് സ്റ്റഡിയാണ്. സ്റ്റഡിയും റിസർച്ചും തമ്മിൽ ഡിഫറൻസ് തന്നെ ഒരു സയന്റിഫിക് ആവുന്നു എന്നുള്ളതാണല്ലോ. സ്റ്റഡി എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റഡി, അതിന്റെ ഒരു ഹയർ ലെവൽ ആണ്, ഒരു ഡീപ്പ് ലെവലിൽ അതിന്റെ കാരണ സഹിതം പഠിക്കുന്ന ഒരു സാധനമാണ് റിസർച്ച് എന്ന് പറയുന്നത്. അത് എല്ലാ അഡ്വാൻസ് സ്റ്റഡിക്കും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് റിസർച്ച്. മാത്രമല്ല ഇതിന് ഒരു പ്രാധാന്യം കൂടിയുള്ള വെച്ചാൽ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കും. എവിഡൻസ് ബേസ്ഡ് ടെക്നിക്സും മറ്റൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ സ്റ്റഡിയൊക്കെ നടന്നിട്ടുണ്ടാവുക. പിന്നെ ഒരു പ്രാക്ടിക്കൽ തിയറിറ്റിക്കൽ നോളജിനെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സ്റ്റഡിയാണ്, ഹയർ ലെവലിലുള്ള സ്റ്റഡിയാണ് ശരിക്കും റിസർച്ച് എന്ന് പറയുന്നത്. സ്റ്റഡി തന്നെയാണ്, പക്ഷെ അതിനൊരു എന്തുണ്ടാവും, സയന്റിഫിക് വേ ഉണ്ടാവും. പിന്നെ ഇതിൽ പറയുന്ന ആമുഖത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജി റിസർച്ചിന്റെ ഗോൾ എന്തൊക്കെയാണ്, അതിന്റെ ഫസ്റ്റ് തന്നെ, പിന്നെ അതിന് ആമുഖ മീനിങ് എന്താണ്, അതിന്റെ ഗോൾസ് എന്താണ്, പിന്നെ അതിന്റെ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് ഒക്കെ നമ്മൾ മറ്റേ ഒരു റിസർച്ച് പേപ്പറുമായിട്ട് തന്നെ ആണ് സാധനങ്ങളൊക്കെ. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ഇടും, അപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് റിഹേഴ്സ് ചെയ്യണം. അത് ഒരു കണക്ഷൻ കിട്ടും നമുക്ക്. കാരണം നമ്മൾ ഏതായാലും യൂണിറ്റ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഡീപ്പായിട്ടാണല്ലോ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോ പോസിറ്റീവ് സൈക്കോളജി റിസർച്ചിന്റെ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് സൈക്കോളജിന്റെ നമ്മളെ വെൽബീയിങ് ഉണ്ടാക്കുക, വെൽബീയിങ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ.
അതിന്റെ ഒരു ഗോള്. അപ്പം അതിൽ റിസർച്ചിന്റെ ഗോൾ എന്ന് പറയുന്നത് ഈ റിസർച്ച് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ ഇത് ഡെവലപ്മെന്റുകൾ വന്ന് അതിലൂടെ പീപ്പിൾസിന്റെ വെൽബീയിങ്ങും ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ ഗോളായിട്ട് പറയുന്നത്. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് റിസർച്ചിലൂടെ അസസ്മെന്റ് ടൂളുകൾ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ ട്രീറ്റ്മെന്റ് ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് വെൽബീയിങ് ഉണ്ടാക്കാം. അതാണ് റിസർച്ച് ഇതുമായിട്ട് കണക്ഷൻ വരുന്നത്. ഇനി ഇതിന്റെ സൈക്കോളജിയിലെ റിസർച്ചിന്റെ മീനിങ് എന്താണ്? അതൊരു സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സാണ് നമുക്ക് പറയാം. വ്യത്യസ്തമായ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് പ്രോസസ്സാണ് സൈക്കോളജിയിൽ റിസർച്ച് എന്ന് പറയുന്നത്. അത് ബേസ്ഡ് ഓൺ ഡാറ്റ ഇൻപുട്ട് ആയിരിക്കും. മാത്രമല്ല അത് നമുക്ക് വ്യത്യസ്തമായ ആസ്പെക്റ്റിലുള്ള ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത് ഈ സൈക്കോളജിയായി ബന്ധപ്പെട്ട് നമ്മുടെ ആസ്പെക്ട് ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ് റിസർച്ച്. അതുപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സം കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിനോമിൻ ഓർ ഇഷ്യൂസ്. ഇതാണ് ഷോർട്ട് ആയിട്ടുള്ള റിസർച്ചിന്റെ ഒരു നിർവചനം എന്ന് പറയുന്നത്. അതായത് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സം കൺസെപ്റ്റ്, ഫിനോമിൻ ഓർ ഇഷ്യൂസ്. ഒരു ഇഷ്യൂയോ അല്ലെങ്കിൽ കൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു ഫിനോമിനോ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ് റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാം ഇതൊരു വെറും സ്റ്റഡി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും ഒരു സ്റ്റഡി മാത്രമല്ല ഇത്, ഇത് എന്താണ്, ഡൈനാമിക് ഇന്ററാക്ഷൻ ആണെന്ന് പറയാം. ഡൈനാമിക് ഇന്ററാക്ഷൻ ഓഫ് ദി കൺസെപ്റ്റ് വിത്ത് അതർ റിലവന്റ് കൺസെപ്റ്റ് ഓഫ് ഫിനോമിൻ. ഇത് മറ്റുള്ളതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഡൈനാമിക് ഇന്ററാക്ഷൻ കൂടി റിസർച്ചിൽ നടക്കുന്നുണ്ട്. ഈ ഒരു റിസർച്ച് പ്രോസസ്സിൽ ഇത് ശരിക്കും എയിം ചെയ്യുന്നത് ഒരു എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ടാവും. എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ടാവും, പക്ഷെ അതിന് ചില സ്ഥലങ്ങളിൽ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റിസർച്ചിന്റെ എയിം എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് തിയറി ഡെവലപ്പ് ചെയ്യാനും പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യാനൊക്കെ ഇത് ഉപകരിക്കുന്നുണ്ട്. ഇനി റിസർച്ചിന്റെ ഗോളിലേക്ക് പോവാണ്. ഇതൊക്കെ മുമ്പ് പഠിച്ചത് വെറുതെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാന്ന് മാത്രം കേട്ടോ. പിന്നെ റിസർച്ചിന്റെ ഗോൾ എന്ന് പറയുന്നത് ഇതിൽ 4 രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് പഠിക്കുമ്പോൾ ഒന്ന് എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചോ. ഞാൻ വൺ വേ ആയി പോകുന്നുണ്ടെങ്കിൽ ഇടപെടാം. അതിലെ കാര്യമുള്ളൂ, ഇന്ററാക്ഷനിലെ ഇത് കാര്യമുള്ളൂ ഈ സബ്ജക്റ്റ്. പിന്നെ ഈ ഗോളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഒരു റിസർച്ചിന്റെ ഗോളുകൾ ഇതൊക്കെയാണ്. ഡിസ്ക്രൈബ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതെങ്ങനെയാ നമുക്ക് നോക്കാം. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ഈ സയന്റിഫിക് റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു നമ്മളെ ഇപ്പം റിയൽ ലൈഫ് വേൾഡ് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് ശരിക്കും സയന്റിഫിക് റിസർച്ച് ചെയ്യുന്നത്. അത് പിന്നെ ഓൺലി വെൻ എ ഫിനോമിനൻ ഈസ് അക്യുറലി ഡിസ്ക്രൈബ്ഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ്. ഇത് എന്ത് ചെയ്യും, മോസ്റ്റ് കേസസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും ഈ റിസർച്ചിലൂടെ. അതൊരു ആമുഖം പറഞ്ഞു വെച്ചെന്ന് മാത്രം. ഇനി ഗോൾസിലേക്ക് പോവാണ്. ഗോൾസ് ഇത് ഒരു ബേസിക് റിസർച്ച്, ഏത് റിസർച്ചും കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് അത് ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ ഒരു ബിഹേവിയറിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ സൈക്കോളജിയായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒക്കെയാണ് ഇത് നടക്കുന്നത്. ഇങ്ങനെ ഡിസ്ക്രൈബ് എന്ന ഒരു ഇഷ്യൂ നമ്മൾ അല്ലെങ്കിൽ ഒരു ഇത് കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് അതിനെ അപ്പോൾ ഉദാഹരണത്തിന് ഹ്യൂമൻ തോട്ട് അല്ലെങ്കിൽ ബിഹേവിയർ, ഹ്യൂമൻ തോട്ട് അല്ലെങ്കിൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പഠിക്കുക. അത് മാത്രമല്ല അത് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി ബിഹേവിയർ, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പഠിക്കുക. പിന്നെ കളക്ടിങ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, വാട്ട് ആർ ദേ ആർ ഡൂയിങ്, എന്താണ് അവർ ചെയ്തുകൊണ്ട്, വ്യക്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ, അതാണ് ഡിസ്ക്രൈബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വൈ ആണ്. ഡിസ്ക്രൈബ് വാട്ട് ആണെങ്കിൽ എക്സ്പ്ലെയിൻ വൈ, ടു എക്സ്പ്ലെയിൻ വൈ ദിസ് ബിഹേവിയർ ഒക്കിയർ, അല്ലെങ്കിൽ ഹൗ ലൈക്ലി ഇറ്റ് ഈസ് ദാറ്റ് ബിഹേവിയർ വിൽ ഒക്കിയർ, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾസ്, എക്സ്പെരിമെന്റ്, വൈ ദേ ആർ ഡൂയിങ് ദാറ്റ്, എന്തുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിൽ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നത് എന്നുള്ള, അതാണ് എക്സ്പ്ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ പ്രഡിക്റ്റ് ചെയ്യും, ആന്റിസിപ്പേറ്റ്. എങ്ങനെ ഇത് ദ പ്രഡിക്ട് ഹൗ വൈ ആൻഡ് വെൻ ദിസ് ബിഹേവിയർ വിൽ ഒക്യൂർ അഗൈൻ ഇൻ ഫ്യൂച്ചർ, അതൊക്കെ ആ പ്രഡിക്ഷനിൽ വരും.
ഇത് എങ്ങനെയൊക്കെയാണ് ഇത് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യത, ഇങ്ങനെ ഒരാൾ ഒരു സ്വഭാവത്തോടെ പോയാൽ അയാളിൽ എന്തൊക്കെ ഉണ്ടാവാനാണ് സാധ്യത എന്നുള്ള രീതിയിലേക്ക് പ്രഡിക്ഷൻ നടത്തുക. പിന്നെ വാട്ട് കോസസ് ദി ബിഹേവിയർ, എന്തൊക്കെ കാരണങ്ങളായിരിക്കും ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും വെച്ചാൽ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇത് വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദേ ആക്ട് ദിസ് വേ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഭാവിയിൽ എന്ത് സംഭവിക്കും. പിന്നെ ഒരു അതായത് ചേഞ്ച് ഓർ മോഡിഫൈ ആണ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഇതിൽ പഠനം നടത്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഈ ഒരു സ്വഭാവത്തിൽ എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാൻ ഐ മേക്ക് ദി ബിഹേവിയർ ഹാപ്പൻ നോട്ട് ഹാവ്, ഇത് എനിക്ക് ഇനി ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇനി അങ്ങനെ അതൊക്കെയാണ്. അത് ശരിക്കും അഡ്രസ് ചെയ്ത് റിയൽ ലൈഫ് പ്രോബ്ലം ആണ് ഇത് അഡ്രസ് ചെയ്യുന്നത്. പിന്നെ വാട്ട് ക്യാൻ ഐ ഡു ടു ഗെറ്റ് ദം ടു സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്, ഇതാണ് കൺട്രോളിന്റെ ഒരു ഇത് പറയുന്നത്. അപ്പം റിസർച്ചിന്റെ ഗോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? 4 എണ്ണം ഒന്ന് പറയും പെട്ടെന്ന്, അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. ഡിസ്ക്രിപ്ഷൻ, അത് എന്താ ഡിസ്ക്രൈബ് ചെയ്യാ, വാട്ട് അതായത് ഡിസ്ക്രൈബ്, പിന്നെ ബിഹേവിയർ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുക, പിന്നെ വൈ എന്തുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ പ്രെഡിക്റ്റ് ചെയ്യുക ഇനി ഏത് സമയത്താണ് ആ ഒരു കൺസ്ട്രക്ട് വരാൻ ചാൻസ് കൂടുതൽ, അത് പ്രെഡിക്റ്റ് ചെയ്യുക. പിന്നെ കൺട്രോൾ ചെയ്യുക, അതായത് അതിന് കറക്റ്റ് ആയിട്ട് ഒരു റെമഡി. ക്ലാസ്സിലോട്ടൊക്കെ മാറ്റി ഒരു ഇതുകൂടെ തറപ്പിക്കാൻ വെക്കായിരുന്നു. രണ്ട് കലത്തിലും ഒന്ന് സൈലന്റ് ആവണേ, ബാക്കിയുള്ളവർ ഇനി ഡിസ്ക്രൈബ് ചെയ്യാം. അതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിലേക്ക് പോകണേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് എനിത്തിങ് ഈസ് ടു ഗിവ് ഇറ്റ് എ നെയിം. ഒരു പേര് നിർദ്ദേശിക്കലാണല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്യാരക്ടർ ഒരാളിൽ കാണുന്നു, അപ്പൊ അതിന് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോവാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? വാട്ട്, എന്താണ് സാധനം എന്ന് പറയണം അല്ലെ, എന്താണ് അത് എന്നുള്ളത്. എല്ലാത്തിനും എക്സാം വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട് ഇതില്. അപ്പം ഡിസ്ക്രൈബ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിനൊരു നെയിം കൊടുത്ത് എന്താണ് ആ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. അത് എന്തുകൊണ്ടാണെന്നല്ല, അത് അടുത്ത സ്റ്റെപ്പ് ഇതാണ്, ഗോളാണ്. അങ്ങനെ ഇൻവോൾവ്സ്, അതെന്താണെന്ന് വെച്ചാൽ ഇൻവോൾവ്സ് ഒബ്സർവിങ് എ ബിഹേവിയർ ആൻഡ് നോട്ടിങ് എവറിത്തിങ് അബൌട്ട് ഇറ്റ്. അത് ഒബ്സർവ് ചെയ്യുക ആ ഒരു സംഗതി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, എല്ലാ സാധനവും നോട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് ആ വ്യക്തിയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വേർ ഇറ്റ് ഹാപ്പൻ, എവിടുന്നാണ് ഇത് വരുന്നത്, ടു whom it happen and under what circumstances it happen, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്, അതാണ് ഡിസ്ക്രൈബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി ഗോൾ ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്, ഏത് സൈക്കോളജിക്കൽ റിസർച്ചിന്റെയും പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ, ഡിസ്ക്രൈബ് ദി ബിഹേവിയർ ഓർ മെന്റൽ പ്രോസസ് ആസ് അക്യുറേറ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി ആസ് പോസിബിൾ. ഇതാണ് പ്രൈമറി ഗോൾ. ഇത് റിക്വയർസ് ദി യൂസ് ഓഫ് സൈക്കോളജിക്കൽ ടൂൾസ്. ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ടൂൾസ് വേണം. ആ ടൂൾസ് എന്തൊക്കെയായിരിക്കും? ഒന്ന് ഓർമ്മിച്ച് നോക്കിയാ. ഇങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തൊക്കെ ടൂൾസ് ആയിരിക്കും വേണ്ടി വരിക? നമ്മൾ റിസർച്ച് പഠിച്ച സാധനം തന്നെയാണ്. സർവേ മെത്തേഡ് വേണ്ടി വരും, പിന്നെ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ വേണ്ടി വരും, സൈക്കോളജിക്കൽ ടെസ്റ്റ് വേണ്ടി വരും, എക്സ്പെരിമെന്റ് വേണ്ടി വരും. ഇതിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങനെ പോവാം. 4 ഗോൾസും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത്, ഒരു ടീച്ചർ മൈറ്റ് നോട്ടീസ് ഒരു യങ് ഗേളിനെ ഒരു 2nd ഗ്രേഡ് ക്ലാസ് റൂമിൽ കാണാണ്. ഈ കുട്ടി എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നില്ല, മറ്റുള്ള കുട്ടികളെ പോലെ പ്രോപ്പർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നില്ല. ഷീസ് നോട്ട് ടേണിങ്, ഹോംവർക്ക് ഒന്നും ആ കുട്ടി ചെയ്യുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഓരോ ഇതിലും അതേ ബാഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കും. അപ്പൊ ആ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കും. ഷീ സീംസ് ടു ഹാവ് എ വെരി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് ആ കുട്ടിക്കുള്ളത്. സ്കൂളിൽ വരാൻ മടിയാണ്, അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചോ. ദ ടീച്ചർ ഹിയർ ഡിസ്ക്രൈബ്സ് ദി സ്റ്റുഡൻസ് ബിഹേവിയർ. അപ്പൊ ടീച്ചർ എങ്ങനെയായിരിക്കും ആ കുട്ടി അവിടെ ഡിസ്ക്രൈബ് നടക്കുന്നത്? അത് ആൻഡ് ദിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഷീ ഈസ് ഡൂയിങ് ഗിവ്സ് എ സ്റ്റാർട്ടിംഗ് പ്ലേസ് ഫോർ ദി നെക്സ്റ്റ് വേർഡ്. ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ മാത്രമാണ്. ആ ടീച്ചർ ആദ്യം ഡിസ്ക്രൈബ് ചെയ്യാണ്, ഈ കുട്ടി ഇങ്ങനെയൊക്കെയാണ്. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വന്നിട്ട് ആ ടീച്ചേഴ്സ് പറയാണെന്ന് വിചാരിച്ചോ. ഒരു ഇൻഫോർമൽ അസസ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ടീച്ചേഴ്സ് ഇത് എടുക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ കുട്ടീന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയും, എന്താണ് സാധനം എന്ന് വിവരിക്കുക, അതാണ് ഡിസ്ക്രൈബിങ്. ഓക്കെ. പക്ഷെ ഇതെന്തിന്റെ സ്റ്റെപ്പാണ്? ഇതൊരു സ്റ്റാർട്ടിങ് പ്രോസസ്സാണ്. എന്തിന്റെ? എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിന്റെ. അതാണ് നെക്സ്റ്റ് ഗോൾ, എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലനേഷൻ ഓഫ് ബിഹേവിയർ ആണ് നെക്സ്റ്റ് ഗോൾ.
ഫൈൻഡിങ് എക്സ്പ്ലനേഷൻ ഫോർ ബിഹേവിയർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഇൻ ദി പ്രോസസ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് ചെയ്യാൻ പറ്റൂല, നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാനൊന്നും പറ്റൂല, അതിലൊരു കറക്ഷൻ ചെയ്യാനും പറ്റില്ല. ദ ഗോൾ ഓഫ് ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ്സ് ദി ഒബ്സർവേഷൻ. നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്താ തരുന്നത്, കുറെ ഒബ്സർവേഷൻസ് തരും. ആൻഡ് ഗോൾ ഓഫ് എക്സ്പ്ലനേഷൻ തരലോട് കൂടി നമുക്ക് ഹെൽപ്സ് ടു ബിൽഡ് എ തിയറി. ഒരു തിയറി ഡെവലപ്പ് ചെയ്യാൻ, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു തിയറി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടിക്ക് സംഭവിച്ചത്, അത് എന്തുകൊണ്ടാണെന്ന്, ഇന്നതൊക്കെ കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റും. ഈ ഒരു ഗോള് അതായത് നമുക്ക് അറ്റംപ്റ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി കോസസ് ഓഫ് സം ഒബ്സർവ്ഡ് ബിഹേവിയർ. അപ്പൊ അതിലൂടെ നമുക്ക് കുറെ കോസസ് കിട്ടും, എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. പിന്നെ മാത്രമല്ല, എന്തുകൊണ്ടാണ് ചില ബിഹേവിയർ പാറ്റേൺ ഒക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇറ്റ് ക്യാൻ ബി ജനറലൈസ്ഡ് ടു, ഇത് എന്ത് ചെയ്യാൻ പറ്റും, ജനറലൈസ് ചെയ്യാനും പറ്റും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇന്ന കുട്ടി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് ഇന്നതായിരിക്കും, നമുക്ക് ജനറലൈസ് ചെയ്യാനും പറ്റും. ഇനി നേരത്തെ അതേ ഓപ്ഷനാണ്, അതേ എക്സാമ്പിൾ ആണ്. എക്സാമ്പിളിൽ നമ്മൾ എക്സ്പ്ലെയിനും കൂടി പറയാണ്. അങ്ങനെ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ടീച്ചർ പറയലാണ് ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുന്നത്. ടു ഫൈൻഡ് ഔട്ട് വൈ ദി ഗേൾ ഈസ് നോട്ട് ബിഹേവിംഗ് പ്രോപ്പർലി. എന്തുകൊണ്ട് ആ കുട്ടി പ്രോപ്പർലി ബിഹേവ് ചെയ്യുന്നില്ല. അങ്ങനെ ടീച്ചർ മോസ്റ്റ് ലൈക്ലി ആസ്ക് ദി സ്കൂൾ കൗൺസിലർ ടു അഡ്മിനിസ്റ്റർ സം ടെസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ കൗൺസിലറോട്, ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, അപ്പൊ എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണമെന്ന് കൗൺസിലറോട് പറയാണ്. Her parents might be asked to take her to a pediatrician to make sure that there is not ഫസ്റ്റ് എന്ത് ചെയ്യും, ആ കുട്ടിക്ക് ഒരു ഫിസിക്കൽ ഇൽനെസ് ഒന്നും ഇല്ലാന്ന് തെളിയിക്കാൻ വേണ്ടി പീഡിയാട്രിഷ്യനെ കാണിക്കാൻ പറയും. അങ്ങനെ സച്ചാസ് അലർജീന്റെ പ്രശ്നങ്ങളോ മറ്റൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ദേ മൈറ്റ് ആൾസോ ടേക്ക് കെയർ ടു സൈക്കോളജിസ്റ്റ് ടു ബി അസസ്ഡ്. എന്ത് ചെയ്യും, അതോടൊപ്പം തന്നെ ആ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് വരും. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ആ രീതിയിലും ചെയ്യും. അപ്പോഴാണ് വഴി കിട്ടുക. അതാണ് എക്സ്പ്ലെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ ടീച്ചർ ആൻഡ് അതേഴ്സ് ആർ ലുക്കിംഗ് ഫോർ ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദി യങ് ഗേൾസ് ബിഹേവിയർ. എപ്പോഴും ടീച്ചർ എന്ത് ചെയ്യാണ്, ഒരു എക്സ്പ്ലനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ആ വാട്ട് പറഞ്ഞത്, ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, അപ്പൊ എക്സ്പ്ലെയിൻ കഴിഞ്ഞു. പിന്നെ നടക്കുന്നത് പ്രഡിക്ഷൻ ഓഫ് ബിഹേവിയർ ആണ്. അത് ചെയ്യുന്നത് ആരാ, സൈക്കോളജിസ്റ്റ് ആണ്. ടീച്ചർ വന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് ചിലപ്പോൾ പീഡിയാട്രിഷ്യൻ ആവാം, അതും അവരും പാർട്ടാണ്, സൈക്കോളജിസ്റ്റും പാർട്ടാണ്. അപ്പോൾ പിന്നെ പ്രഡിക്ഷൻ ഓഫ് ബിഹേവിയർ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുക റിഫേഴ്സ് ടു ദി എബിലിറ്റി ടു ആന്റിസിപ്പേറ്റ് ആൻ ഇവന്റ് പ്രിയർ ടു ഇറ്റ്സ് ആക്ച്വൽ ഒക്യൂറൻസ്. അങ്ങനെ റിസർച്ചേഴ്സ് എയിം ടു ഐഡന്റിഫൈ സ്പെസിഫിക് കണ്ടീഷൻസ് in which a particular behavior will occur as well as the possible outcomes of such behavior. ഇങ്ങനെ ഈ ഒരു എക്സാമ്പിൾ, ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. സൈക്കോളജിസ്റ്റ് ഓർ കൗൺസിലർ വുഡ് പ്രഡിക്റ്റ് ചെയ്യണം, നല്ല ഈ ക്ലയന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അതാണ് മൂന്നാമത് നടക്കുന്നത്. വിൽ പ്രഡിക്റ്റ് ബേസ്ഡ് ഓൺ പ്രീവിയസ് റിസർച്ച് ഇൻ ടു സിമിലർ സിറ്റുവേഷൻസ്. ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എന്തുണ്ടാവും, ഇതുപോലത്തെ സിമിലർ സിറ്റുവേഷൻസ് വേറെയും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് അയാൾ പ്രഡിക്റ്റ് ചെയ്യും. എന്നിട്ട് പറയും ദിസ് ലിറ്റിൽ ഗേൾ വിൽ പ്രോബബ്ലി കണ്ടിന്യൂ ടു ഡു പുവർലി. സംടൈംസ് ഇയാൾ പറയാൻ എന്തായിരിക്കും, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, ഒരു കേസല്ല. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പുവർലി ഇത് ചെയ്യാനാണ് സാധ്യത. അവരുടെ സ്കൂൾ വർക്കിനൊക്കെ ചിലപ്പം ഒരു കപ്പാസിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മേ നെവർ ടു ബി ഏബിൾ ടു റീച്ച് ഹെർ ഫുൾ. നിങ്ങൾ കരുതും, പേരൻസിനോട് പറയും, നിങ്ങൾ കരുതും പോലെ ഫുൾ പൊട്ടൻഷ്യൽ ആ കുട്ടിക്ക് എത്താൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളത് പ്രഡിക്ഷൻ നടക്കും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് റിസ്ക് ഇതിൽ നടക്കുന്നത്. അപ്പോ പിന്നെ ഇനി പറയുന്നത് നാലാമത്തെ കൺട്രോൾ ബിഹേവിയർ. അതോടൊപ്പം തന്നെ സൈക്കോളജി ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, സ്റ്റെപ്പാണ് കൺട്രോൾ. ആ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറ്റും. ചിലപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് പ്ലാൻ തയ്യാറാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ കൺട്രോൾ റിഫേഴ്സ് ടു ദി മാനിപ്പുലേഷൻ ഓഫ് ദി കണ്ടീഷൻസ് ദാറ്റ് ഡിറ്റർമിൻ എ ഫിനോമിനൻ. അത് പറയുന്നത് ദി ഗോൾ എയിംസ് അറ്റ് ഇൻഫ്ലുവൻസിങ് മോഡിഫൈയിങ് ബിഹേവിയർ in a particular direction. അതിൽ റിസർച്ചേഴ്സ് മേ അപ്ലൈ സൈക്കോ തെറാപ്യൂട്ടിക് ടെക്നിക്സ് ടു പ്രിവെന്റ് അണ്ടർസ്. അതിൽ ചിലപ്പം എന്ത് ചെയ്യേണ്ടി വരും, സൈക്കോ തെറാപ്യൂട്ടിക് ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് ഒരു ഡിസൈറബിൾ ബിഹേവിയറിനെ അതിന് പകരം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അതാണ് കൺട്രോൾ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. there are certain learning strategies, ഒരു ലേണിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കും.
ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഹെൽപ്പ് എ ചൈൽഡ്. ആ ചൈൽഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹു ഹാസ് ചിലപ്പോൾ ഡിസ്ലെക്സിക് ഉള്ള, ഇപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് വഴി കണ്ടുപിടിക്കുമ്പോൾ ഒരു പിന്നെ ഡിസ്ലെക്സിയ ആണ് ആ കുട്ടിക്ക് എന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിച്ചോ, ലേണിംഗ് ഡിസോർഡർ ആണ് ഡിസ്ലെക്സിയ. അപ്പോൾ അത് ആണെന്ന് ചോദിച്ചാൽ അതിന് സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും. അത് എന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഈ ബിഹേവിയറിനെ, അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈക്കോളജിസ്റ്റ് അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ റിസർച്ചിന്റെ എയിമുകളായിട്ട് ഇപ്പൊ പറഞ്ഞ സ്റ്റെപ്പുകൾ 4 ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ, പ്രഡിക്ഷൻ, കൺട്രോൾ. ഇനി ഈ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ റിസർച്ച് എയിം ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു റിസർച്ച് എയിം ചെയ്യുന്നത് ഏതിലായാലും സൈക്കോളജിയിലായാലും പ്രത്യേകിച്ച് എയിം ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. എന്ത്? ഒന്ന് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. വ്യത്യസ്തമായ 2 കാര്യങ്ങളിൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക ആണ് ഒന്ന്. അത് ഇപ്പോൾ ഇമോഷൻ റെഗുലേഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത്, ഒരു ഇമോഷൻ റെഗുലേഷന്റെയും മെന്റൽ ഹെൽത്തിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക അങ്ങനെ വിചാരിച്ചോ. പിന്നെ ഒന്ന് സ്റ്റഡിയിങ് ദി ഡിഫറൻസ് ആണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ ഡിഫറൻസ് സ്റ്റഡി ചെയ്യുക. ചിൽഡ്രൻസ് ഇമോഷൻ റെഗുലേഷനിലും അഡോളസെൻസിൽ ഇമോഷൻ റെഗുലേഷൻ ഡിഫർ ആയിട്ടാണ് ഉണ്ടാവുക, ഡിഫറൻസ് ആണ്. അപ്പൊ അത് എങ്ങനെയാന്ന് സ്റ്റഡി ചെയ്യുക, അല്ല ഡിഫറൻസ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ സ്റ്റഡി ഇൻ ജെൻഡർ ഡിഫറൻസ് വിത്ത് റിഗാർഡ് ടു റെസിലിയൻസ് ഓർ ഫോർഗീവ്നെസ്. ഇത് അഡോളസെൻസിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ അത് എയിമാണ് ഇതിന്റെ. പിന്നെ അതുപോലെ അനലൈസ് ചെയ്യാം. ദി ഇൻഫ്ലുവൻസ് ഓർ ഇമ്പാക്ട് ഓഫ് വൺ തിങ്, ഒരു സംഗതിയുടെ ഒരു ഇമ്പാക്ട് അത് മറ്റൊന്നിന്റെ ഇതുമായിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഡിക്റ്റ്, ഇതൊക്കെ വെച്ചിട്ട് പ്രഡിക്ഷൻ നടത്തുക. ഇതാണ് 4 എയിമുകളായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ റിസർച്ചിന്റെ പിന്നെ 3 ഇതും കൂടി പറയുന്നുണ്ട്. ഒരു തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഫോർമുലേറ്റ് തിയറി ഫോർം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും, റിസർച്ച് ഉപകരിക്കും. പിന്നെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സൈക്കോളജിക്കൽ ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കും. പിന്നെ എവിഡൻസ് ബേസ്ഡ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ റിസർച്ച് ഉപകരിക്കും എന്നും അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഇതിലേക്ക് പോവാണേ, റിസർച്ചിന്റെ ടൈപ്സുകളാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന 3 രീതിയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിസർച്ചിന്റെ ടൈപ്സ്, അത് ഒന്ന് അപ്ലിക്കേഷൻ, റിസർച്ച് ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ, ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ്, ബേസ്ഡ് ഓൺ എൻക്വയറി മോഡ്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത് ഈ രീതിയിൽ ഡിവൈഡ് ചെയ്തത് മാത്രം. ഈ ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തിയററ്റിക്കൽ പ്യുവർ അപ്ലിക്കേഷൻ അപ്ലൈഡ്, അതാണ് ബേസ്ഡ് ഓൺ അപ്ലിക്കേഷനിൽ വരിക. ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ച ഡിസ്ക്രിപ്റ്റീവ്, കറക്ഷണൽ, അതായത് കോറിലേഷണൽ, എക്സ്പ്ലനേറ്ററി, എക്സ്പ്ലോറേറ്ററി. ബേസ്ഡ് ഓൺ എൻക്വയറി മോഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, മിക്സഡ് മെത്തേഡ്. ഡീറ്റെയിൽ വരുന്നുണ്ട്, നമുക്ക് ഓരോന്നും നോക്കാം. ബേസ്ഡ് ഓൺ അപ്ലിക്കേഷനിൽ 2 പറഞ്ഞേ. ഒന്നെന്തായിരുന്നു? തിയററ്റിക്കൽ. യെസ്, തിയററ്റിക്കൽ, അതായത് പ്യുവർ റിസർച്ച്. സെക്കൻഡ് വൺ അപ്ലൈഡ് റിസർച്ച്. യെസ്, അതിൽ പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു മെമ്മറിയെ കുറിച്ച്, ഡ്രൈവ് അല്ലെങ്കിൽ ഇന്റലക്ട്, പേഴ്സണാലിറ്റി, ഇതൊക്കെ പഠിക്കുന്നതാണ് ഒരു പ്യുവർ റിസർച്ച്, ഒരു തിയററ്റിക്കൽ റിസർച്ച് ആണത് സാധനം. അതാണ് ബേസ്ഡ് ഓൺ അപ്ലിക്കേഷനിൽ വരുന്ന ഒരു ടൈപ്പ്. മറ്റൊന്ന് അപ്ലൈഡ് റിസർച്ച് ആണ്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഡിസൈൻ ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് മോഡേൺ വേൾഡ്. മോഡേൺ വേൾഡിൽ ഉണ്ടാകുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യപ്പെടുന്നതാണ്. അത് എങ്ങനെ ഒരു നോളജ് അക്വയർ ചെയ്യാന്നുള്ള, ഒരു നോളജ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, അത് ലക്ഷ്യമല്ല ഈ അപ്ലൈഡ് റിസർച്ചിന്റെ. ഇത് ഫോക്കസ് ചെയ്യുന്നത് തിയററ്റിക്കൽ ഇൻഫർമേഷൻ നമുക്കുണ്ട്, അത് എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം എന്നുള്ളതാണ് ഇത് ഈ അപ്ലൈഡ് റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് എന്ത് ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ, തിയററ്റിക്കലും അപ്ലൈഡ് റിസർച്ചും. ഓക്കെ അല്ലേ? ഇനി ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ്, ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ വിഷയം. ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ്, അത് നമ്മൾ മുമ്പ് പഠിച്ച ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? ഒന്ന് ഓർമ്മിച്ച് നോക്കിയാ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഫിനോമിൻ, അല്ലെങ്കിൽ പാർട്ടിക്കുലർ ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു ഗ്രൂപ്പ്, ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്.
ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമുക്ക് തരുന്നത് എന്താണ്? ഒരു ബ്രോഡ് പിക്ചർ ഓഫ് ഒരു സംഗതിയുടെ ബ്രോഡ് പിക്ചർ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് തരും. ഇനി പിന്നെ ഇത് വേറൊരു പേരിലും അറിയപ്പെടുന്നു. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് എന്നും കൂടി പേരുണ്ട് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്. എക്സാമ്പിൾ എങ്ങനെയാ? ഒരു മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ഓർഫാൻ, ഒരു അച്ഛൻ മരിച്ച ഒരു കുട്ടിയുടെ ഒരു മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ഒരു പ്രിവലൻസ് ഓഫ് ഡിപ്രഷൻ എമംഗ് അഡോളസൻസിൽ എത്രത്തോളം ഈ ഡിപ്രഷന് പ്രാധാന്യമുണ്ട് എന്നുള്ള രീതിയിൽ ഇതാക്കുക. അതാണ് ഡിസ്ക്രിപ്റ്റീവ്. അതിന്റെ ഒരു ഡിസ്ക്രൈബ് ചെയ്യുക. അതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ചെയ്യുന്നത്. ഇനി ഇത് അഡ്രസ് ചെയ്യുന്നത് വാട്ടിനെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അഡ്രസ് ചെയ്യുന്നത് എന്തിനെയാണ്? വാട്ടിനെയാണ്. ഇനി ഓരോ ടൈപ്പിന്റെയും മെത്തേഡ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻ പെട്ടെന്ന് പറഞ്ഞു പോകാം നമുക്ക്. ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ മെത്തേഡ് എന്തൊക്കെയാണ്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ്സ് ഓഫ് ഒബ്സർവേഷൻ, സർവേ, കേസ് സ്റ്റഡി ആണ് ഡിസ്ക്രിപ്റ്റീവ് ഇതിന്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജോ നമുക്ക് അറിയുന്നത് തന്നെയാണ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് ലാർജ് ഡാറ്റ കളക്ഷൻ ചെയ്യാൻ പറ്റും, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്, ഇൻഫോംസ് ഫർദർ റിസർച്ച്, പിന്നെ നാച്ചുറൽ എൻവയോൺമെന്റിൽ ഡാറ്റ കളക്ട് ചെയ്തതാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിൽ ഉണ്ടാവുക. അതാണ് അഡ്വാൻറ്റേജ്. ഇനി ലിമിറ്റേഷൻ നേരെ തിരിച്ച് വരും. അതായത് എങ്ങനെ? ഇറ്റ് ഡസ് നോട്ട് ആൻസർ ദി വൈ എന്ത് ചെയ്യുന്നില്ല? വൈനെ ഇത് ഫോക്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വൈ ഇതിലൂടെ കിട്ടുന്നില്ല. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലൂടെ വാട്ട് മാത്രമാണ് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ സാമ്പിൾ മേ നോട്ട് ബി റിപ്രസെന്റേറ്റീവ്, ദർ മേ ബി എ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ. ഒരു ഒബ്സർവേഷൻ ബേസ് ആയിട്ടായിരിക്കും സാമ്പിൾ, അതൊരു റെപ്രസെന്റേഷൻ ചെയ്തോളണമെന്നില്ല. പിന്നെ രണ്ടാമത്തതാണ് ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ്സ് ബേസ്ഡ് ആയിട്ടുള്ള 4 പറഞ്ഞിരുന്നു. ഒന്നാമത്തെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, കോറിലേഷൻ റിസർച്ച്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ കറക്ഷണൽ റിസർച്ച് എന്നാണ് അതിന്റെ പേര്. കോറിലേഷൻ റിസർച്ച് ഒന്നും പേരുണ്ട്. അത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് അതിന്റെ ഇത് ചെയ്യുന്നത്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ആണ് ഇതിൽ നടക്കുന്നത്. എങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് 2 or more വേരിയബിൾസ്. 2 അതിലധികമോ വേരിയബിൾസിന്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണ് ഈ കോറിലേഷണൽ റിസർച്ചിൽ, കറക്ഷണൽ റിസർച്ചിൽ നടക്കുന്നത്. ഇത് കണ്ടെത്തുന്നതോ ഹൗ ദി ആസ്പെക്ട്സ് ആർ അസോസിയേറ്റഡ് ഓർ റിലേറ്റഡ്. അത് മാത്രമാണ് കോറിലേഷൻ റിസർച്ചിൽ ഉണ്ടാവുക. അതിന്റെ കോറിലേഷൻ എങ്ങനെയാണെന്ന് കണ്ടെത്തുക മാത്രം. 2 അല്ലെങ്കിൽ അതിലധികം വേരിയബിൾസിന്റെ ഇടയിലുള്ള കോറിലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ റിസർച്ച് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതൊരിക്കലും ഉണ്ടാകുന്നില്ല, കോസ് ആൻഡ് എഫക്റ്റിനെ ഇത് ചെയ്യുന്നില്ല. അതിന്റെ റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹൗ പാരന്റിങ് സ്റ്റൈൽ ഈസ് റിലേറ്റഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാരന്റിങ് സ്റ്റൈല് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. എത്ര ഉണ്ടെങ്കിൽ തന്നെ അത് എത്രയാണ് കണ്ടത്. അതാണ് കോറിലേഷണൽ റിസർച്ചിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ മെത്തേഡ് എന്താണ്, അഡ്വാൻറ്റേജ് എന്താണ്, ലിമിറ്റേഷൻ എന്താണെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ കറക്ഷണൽ റിസർച്ച്, അതായത് കോറിലേഷണൽ റിസർച്ചിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവേഷൻ മെത്തേഡ്, സർവേ ക്വസ്റ്റ്യനെയർ. ഒബ്സർവേഷൻ മെത്തേഡും ഉപയോഗിക്കും, സർവേ ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കും. അഡ്വാൻറ്റേജോ? ഇത് ഒരു അസോസിയേഷൻ വേരിയബിൾസിന്റെ ഇടയിലുള്ള ഒരു അസോസിയേഷൻ ആണ് ഇത് സ്ഥാപിക്കുന്നത്. ലിമിറ്റേഷൻ എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. കോസ്വേഷൻ അല്ലെങ്കിൽ കോഷ്യാലിറ്റി ഇത് എന്ത് ചെയ്യുന്നില്ല, സ്ഥാപിക്കുന്നില്ല എന്നുള്ള ലിമിറ്റ്. അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടും. മറ്റേ നേരെ ഓപ്പോസിറ്റ്. മറ്റേ നേരെ പറഞ്ഞല്ലോ, വൈ എന്താണെന്ന് അത് പറയുന്നില്ല ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ. അതുപോലെ കറക്ഷനിൽ കോസ് എന്ത് ചെയ്യുന്നില്ല, കോസ് ആൻഡ് എഫക്റ്റ് കണ്ടുപിടിക്കുന്നില്ല. ഇനി എക്സ്പ്ലനേറ്ററി റിസർച്ച് ആണ്. എക്സ്പ്ലനേറ്ററി റിസർച്ചും നമുക്കറിയാം. ഇത് എക്സ്പ്ലനേറ്ററി റിസർച്ച് പ്രൈമറി പർപ്പസ് ഈസ് ടു എക്സ്പ്ലെയിൻ വൈ ഇവന്റ്സ് ഒക്യൂർ. എക്സ്പ്ലനേറ്ററി റിസർച്ചിലാണ് വൈ കണ്ടുപിടിക്കുന്നത്. അത് ഇറ്റ് ഈസ് മോർ കൺസേൺഡ് വിത്ത് ഷോക്കേസിങ്, എക്സ്പ്ലെയിനിങ് ആൻഡ് പ്രസന്റിങ് വാട്ട് വി ആൾറെഡി ഹാവ്. അതാണ് ഇതിൽ നടക്കുന്നത്. ഇനി എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വൈ പുവർ അക്കാഡമിക് അച്ചീവ്മെന്റ് ലീഡ്സ് ടു ഇന്റർനെറ്റ് അഡിക്ഷൻ. പുവർ അക്കാഡമിക് അച്ചീവ്മെന്റ് എന്തുകൊണ്ടാണ് ഇന്റർനെറ്റ് അഡിക്ഷനിലേക്ക് എത്തിക്കുന്നത്? അല്ലെങ്കിൽ വൈ എ പാർട്ടിക്കുലർ പാരന്റിങ് സ്റ്റൈൽ കോസസ് റിഡ്യൂസ്ഡ് സെൽഫ് എസ്റ്റീം. ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എങ്ങനെയാണ് പാരന്റിങ് സ്റ്റൈൽ മാറുന്നത്? എന്തുകൊണ്ടാണ്? വൈ. ഇതാണ് എക്സ്പ്ലനേറ്ററി റിസർച്ചിൽ നടക്കുന്നത്. ഇത് ആൻസർ ചെയ്യുന്നത് വൈ, ഒരു റിസർച്ച് ക്വസ്റ്റ്യന്റെ പ്രോബ്ലത്തിന്റെ വൈ ആണ് ആൻസർ ചെയ്യുന്നത് എന്ത്? എക്സ്പ്ലനേറ്ററി റിസർച്ച്.
അതിന്റെ മെത്തേഡ് എന്താണ്? ഇത് പിന്നെ സിസ്റ്റമാറ്റിക് ഡിസൈൻ ആണ്, സിസ്റ്റമാറ്റിക് ആണ് ഇത് എക്സ്പ്ലനേറ്ററി റിസർച്ചിൽ ഉപയോഗിക്കുക. ഇത് ദർ ഇസ് മോർ കൺട്രോൾ എക്സസൈസ്, മെയിൻ വേരിയബിൾസ് ക്യാൻ ബി മാനിപ്പുലേറ്റ്. ഇത് ശ്രദ്ധിക്കണം, മെയിൻ വേരിയബിൾസ് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ വേരിയബിൾസ് ആർ കൺട്രോൾഡ്, എക്സ്റ്റേണൽ വേരിയബിൾസ് കൺട്രോളും ആയിരിക്കും. അതുകൊണ്ട് സോ ദാറ്റ് വി നോ വാട്ട് ഇമ്പാക്ട്സ് ദാറ്റ്. ശരിക്കും എന്താണ് നമുക്ക് പഠിക്കാൻ അതിലൂടെ പറ്റും എക്സ്പ്ലനേറ്ററി റിസർച്ചിൽ. ഇതിന്റെ മെത്തേഡ്സ് എന്താ? മെത്തേഡ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി അഡ്വാൻറ്റേജ് എന്താ? ഇത് നല്ല ഇന്റേണൽ വാലിഡിറ്റി ഉണ്ടാവും. എക്സ്പ്ലനേറ്ററി റിസർച്ചിന് ഇന്റേണൽ വാലിഡിറ്റി കൂടുതലായിരിക്കും. റിസൾട്ട്സ് ആർ മോർ കൺക്ലൂസീവ് ആയിരിക്കും. എക്സ്പ്ലെയിൻസ് വൈ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചു എന്നുള്ള എക്സ്പ്ലനേറ്ററി റിസർച്ചിലാണ് റിസർച്ച് ചെയ്താലാണ് നമുക്ക് കിട്ടാം. ഇനി ലിമിറ്റേഷൻ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. ഇത് പിന്നെ ഡിഗ്രി ഓഫ് കൺട്രോൾ എക്സസൈസ് മേ എഫക്ട് ദി റിസൾട്ട്. ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിസൾട്ടിനെ ബാധിച്ചേക്കാം. മാനിപ്പുലേഷൻ ഓഫ് ദി വേരിയബിൾ ആൻഡ് കൺട്രോളിംഗ് ദി എക്സ്ട്രേനിയസ് വേരിയബിൾ ഈസ് നോട്ട് പോസിബിൾ ഇൻ ആൾ സിറ്റുവേഷൻ. എല്ലാപ്പോഴും അത് നടന്നോളണമെന്നില്ല. പിന്നെ ഹ്യൂമൻ ബീയിങ് മേ ബിഹേവ് ഡിഫറൻറ്റ്ലി ഇൻ കൺട്രോൾഡ് ലബോറട്ടറി സെറ്റിംഗ്. കൺട്രോൾഡ് ലബോറട്ടറി സെറ്റിംഗ്സിൽ ഒരാൾ എന്ത് ചെയ്താൽ ചിലപ്പോൾ ഒരു നാടകം കളിച്ചേക്കാം. പിന്നെ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ ഉള്ളതിനേക്കാൾ അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ലിമിറ്റേഷൻ എന്തിലും നമുക്ക് ലിമിറ്റേഷൻ നമുക്ക് തന്നെ എഴുതാൻ പറ്റുള്ളൂ. ഇനി എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ് മറ്റൊന്ന്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് തന്നെ. അതായത് ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവുമല്ലോ റിസർച്ചിൽ, ആ പ്രോബ്ലത്തെ എക്സ്പ്ലോർ ചെയ്യാം. ഇതെന്തായിരിക്കും? ഇത് ക്ലിയർലി ഡിഫൈൻ ചെയ്യപ്പെടാത്ത ഒരു പ്രോബ്ലം ആയിരിക്കും. ക്ലിയർലി ഡിഫൈൻ ചെയ്യപ്പെട്ടാൽ പിന്നെ എക്സ്പ്ലോറിന്റെ ആവശ്യമില്ല. ക്ലിയർലി ആ ടേം മാത്രമേ ഓർമ്മിക്കേണ്ടുള്ളൂ. ക്ലിയർലി ഡിഫൈൻ ചെയ്യപ്പെടാത്ത ഒരു പ്രോബ്ലത്തെ എക്സ്പ്ലോർ ചെയ്യാം. അതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ യൂഷ്വലി യൂസ്ഫുൾ ഫോർ ഡെസിഷൻ മേക്കിങ്ങിന് ഇത് എന്ത് ചെയ്യാൻ പറ്റൂല, യൂസ് ചെയ്യാൻ പറ്റീന്ന് വരൂല. കാരണം ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ട് അത് പിന്നെ ഡെസിഷൻ മേക്കിങ്ങിലേക്ക് നമുക്ക് ചിലപ്പോൾ റോങ് ആവാനും സാധ്യതയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിഗ്നിഫിക്കന്റ് ഇൻസൈറ്റ് നമുക്ക് ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് നൽകും. അതിലേക്കൊരു ഇൻസൈറ്റ് നൽകും. പിന്നെ മാത്രമല്ല ഇത് അതുകൊണ്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജനറലൈസ് ചെയ്യാനും പറ്റൂല. പിന്നെ അത് കഴിഞ്ഞു. ബേസ്ഡ് ഓൺ ഇപ്പൊ 4 ടൈപ്പ് പറഞ്ഞില്ലേ, ഒന്ന് പറയാൻ പറ്റുമോ പെട്ടെന്ന്? ബേസ്ഡ് ഒബ്ജക്റ്റീവ്സിൽ ആദ്യം നമ്മൾ തിയററ്റിക്കൽ നേരത്തെ പറഞ്ഞത്, ഫസ്റ്റ് പറഞ്ഞത് ടൈപ്സ് ഓഫ് റിസർച്ചിൽ ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ ആണ്. ഏതൊക്കെയായിരുന്നു 2 എണ്ണം? തിയററ്റിക്കലും തിയററ്റിക്കല്, അപ്ലൈഡ്. യെസ്. പിന്നെ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സിൽ 4 എണ്ണം പറഞ്ഞു. ഒന്ന് correlation, explanatory, and then exploration, then descriptive. യെസ്. ഡിസ്ക്രിപ്റ്റീവ്, കറക്ഷണൽ, കോറിലേഷണൽ, പിന്നെ എക്സ്പ്ലനേറ്ററി, എക്സ്പ്ലോറേറ്ററി നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇനി എൻക്വയറി മോഡ്സിൽ പറയുന്നതാണ്, ഈസിയാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, മിക്സഡ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമുക്കറിയാം, അതിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെഷർമെന്റ് ആയിരിക്കും. ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എമൗണ്ടിന്റെ മെഷർമെന്റ് ആയിരിക്കും ബേസ് ചെയ്യുന്നത്. അതൊരു ക്വാണ്ടിറ്റി ടേംസിലാണ് അത് എക്സ്പ്രസ് ചെയ്യുക. അത്രയും അതിൽ മനസ്സിലാക്കേണ്ടത്. ബാക്കി നമുക്ക് അറിയുന്നത് തന്നെയാണ്. അതിന് എക്സാമ്പിൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷന്റെ ഒക്കെ ഒരു അളവ് കൃത്യമായിട്ട് പറയാം. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ടൂൾ ഉപയോഗിച്ച് അത് എന്ത് ചെയ്യുന്നില്ല, ഒരു സാധനത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് അതുകൊണ്ട് ലക്ഷ്യമല്ല ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് കൊണ്ട്. ഇനി അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് നമുക്ക് ഊഹിച്ച് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ അലോസ് ദി റിസർച്ചേഴ്സ് ടു മെഷർ ആൻഡ് അനാലിസ് ഡാറ്റ. പിന്നെ റിസർച്ചർ ഇസ് മോർ ഒബ്ജക്റ്റീവ് അബൌട്ട് ദി ഫൈൻഡിങ്സ് ഓഫ് റിസർച്ച്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ക്യാൻ ബി യൂസ്ഡ് ടെസ്റ്റ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാം ഇൻ എക്സ്പെരിമെന്റ്സ് ബിക്കോസ് ഓഫ് ദി എബിലിറ്റി ടു മെഷർ ഡാറ്റ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി ഡിസഡ്വാൻറ്റേജ് നേരെ തിരിച്ച്, കോണ്ടെക്സ്റ്റ് ഓഫ് ദി ബോഡി ഓർ എക്സ്പെരിമെന്റ് ഈസ് ഇഗ്നോർഡ്. കോണ്ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നില്ല, അതിൽ ലക്ഷ്യമാക്കുന്നില്ല, അത് ഇഗ്നോർ ചെയ്യപ്പെടാണ് ഇത് ക്വാണ്ടിറ്റേറ്റീവില്. കാരണം അതിൽ മെഷർമെന്റ് ആണ് അവർ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ മാത്രമല്ല ഡസ് നോട്ട് സ്റ്റഡി തിങ്സ്, നാച്ചുറൽ സെറ്റിംഗ്സിൽ അല്ല എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. ഡിസ്കസ് ദി മീനിങ് തിങ്സ് ഹാവ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. പിന്നെ ലാർജ് സാമ്പിൾ ഓഫ് ദി പോപ്പുലേഷൻ മസ്റ്റ് ബി സ്റ്റഡീഡ് ഫോർ മോർ അക്യുറേറ്റ് റിസൾട്ട്. അത് പ്രധാനമാണ്. ഒരു എന്ത് വിഷയത്തിൽ പഠിക്കുമ്പോൾ ലാർജ് സാമ്പിൾ എടുത്ത് പഠിക്കണം. അപ്പോഴേ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അതായിക്കൊള്ളണമെന്നില്ല എന്ത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഉപയോഗിക്കുന്നത്.
അപ്പൊ അങ്ങനെ ലാർജ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് നെക്സ്റ്റ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ മോർ ഫ്ലെക്സിബിൾ ആണ്, മോർ ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. അത് നോ പ്രീ ഡിറ്റർമൈനഡ് സെറ്റ് ഓഫ് സ്റ്റെപ്സ്. ഒരു മുൻപ് ഒരു ഇതാക്കിയ ഒരു സ്റ്റെപ്സ് അതിനുണ്ടാവില്ല ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്. പിന്നെ അത് അൺസ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ് ഉണ്ടാവുക ക്വാളിറ്റേറ്റീവ്. ഇതൊരു പിന്നെ ഫിലോസഫി ഓഫ് എംപിരിസിസ് ആണ് ഇതിലുണ്ടാവുക. ദാറ്റ് ഈസ് നോളജ് അക്വയർഡ് ത്രൂ സെൻസറി എക്സ്പീരിയൻസ് അൺലൈക്ക് ദി എംഫസിസ് റീസണിങ് ഇൻ റാഷണലിസം അപ്രോച്ച്. അപ്പോൾ ഡാറ്റ കളക്ഷൻ ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ് ആയിരിക്കും. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ് ആയിരിക്കും ഡാറ്റ കളക്ഷനിൽ ഉണ്ടാവുക. എക്സാമ്പിൾ എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് സ്ട്രെസ് ലെവൽ, സ്റ്റഡിങ് ദി സ്ട്രെസ് ലെവൽസ് ആൻഡ് റീസൺസ് ഫോർ വേരിയബിൾ പെർഫോമൻസ് ഓഫ് സ്റ്റാഫ് ഇൻ ഡിഫറെന്റ് ഷിഫ്റ്റ്സ് ഇൻ ദി സെയിം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോട്ടൽ. ഒരു ഹോട്ടലിൽ സെയിം ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എന്ത് ചെയ്യുക, സ്ട്രെസ് ലെവൽ സ്റ്റഡി ചെയ്യുക. ഇതൊരു ക്വാളിറ്റേറ്റീവ് ഓൺ ഗോയിങ് പ്രോസസ് ആയിരിക്കും. എപ്പോഴും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല, അതിങ്ങനെ ഓൺ ഗോയിങ് പ്രോസസ് ആയി നടക്കും. അങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ എംഫസൈസ് ചെയ്യുന്നത് ഓൺ ഡിസ്ക്രിപ്ഷൻ ആൻഡ് നറേഷൻ ഓഫ് ഡാറ്റ റാദർ ദാൻ ഓൺ അനാലിസിസ് ആൻഡ് മെഷർമെന്റ്. അനാലിസിസ് മെഷർമെന്റിനെക്കാളും ഡിസ്ക്രിപ്ഷനും നറേഷനാണ് ഇതിൽ നടക്കുക. ഇത് ഫോക്കസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഓഫ് ദി പാർട്ടിസിപ്പന്റ് ആണ്. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് റിച്ച് ആൻഡ് കോംപ്ലക്സ് ഡാറ്റ സോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ഇതും എന്ത് ചെയ്യാൻ പറ്റൂല, ജനറലൈസ് ചെയ്യാൻ പറ്റൂല, റോങ് ആവാൻ സാധ്യതയുണ്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ചും. ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് അറിയുന്ന പോലെ തന്നെ enables more complex aspect of the person's experience to be studied. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളത് പോലെ നമുക്ക് ഇതിലൂടെ പഠിക്കാം. പിന്നെ ഫ്യൂവർ റെസ്ട്രിക്ഷൻസ് ആണ് ഉള്ളത്. പിന്നെ നോട്ട് എവറിത്തിങ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ്. എല്ലാ കാര്യങ്ങളും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പം അത് നേരെ ഓപ്പോസിറ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് അഡ്വാൻറ്റേജ് ആണ് ഇതിന്റെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ. പിന്നെ ഗുഡ് ഫോർ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആൻഡ് ഹൈപ്പോത്തിസിസ് ജനറേഷന് നല്ലതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ പാർട്ടിസിപ്പന്റ് എന്തായിരിക്കും, ആർ ആബിൾ ടു പ്രൊവൈഡ് ഡാറ്റ ഇൻ ദെയർ ഓൺ വേർഡ്സ്. അവരുടെ വേർഡ്സിൽ തന്നെ അവർക്ക് ആൻസർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷൻ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലുണ്ട്. അപ്പം ഇത് ബേസ്ഡ് ഓൺ എന്തായിരുന്നു, ഇപ്പൊ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ബേസ്ഡ് ഓൺ എന്തായിരുന്നു? ഇൻക്വയറി മോഡ്. യെസ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് നേരെ തിരിച്ചു പറയാം. ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽട്ട് ആണ്. പിന്നെ മോർ സബ്ജക്ടിവിറ്റി ആണ് ഇതിലുള്ളത് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിൽ. പിന്നെ ഡാറ്റ ഓവർലോഡ് ഉണ്ടാവും. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് സംടൈംസ് ക്രിയേറ്റ് ലോഡ്സ് ഓഫ് ഡാറ്റ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക അവരോട്. അപ്പോൾ ലോഡ്സ് ഓഫ് ഡാറ്റ പിന്നെ can sometimes create lot of datas and which can take a long time to analyze. ഇത് അനാലിസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും ലോട്ട് ഓഫ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും ഏത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് കാരണം നമ്മള് സാർ ഒരു മിനിറ്റ്, നമ്മള് കേസ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇവരാണ് പറഞ്ഞു തുടങ്ങി, നമ്മളങ്ങനെ നോട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് അറ്റല്ലാതെ പോവും. അപ്പൊ ഇതിപ്പം MSc കൺവേർട്ട് ചെയ്ത് എഴുതുന്ന സമയത്ത് ആവശ്യമുള്ളതൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ആവശ്യമില്ലാത്ത ഒരുപാട് സ്റ്റോറി പോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്കത് ശരിക്കും അനലൈസ് ചെയ്ത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതെ, ഇതെല്ലാ മോഡലും പറയുന്നതെന്ന് മാത്രം. ഇതിലെല്ലാം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. നമുക്കിപ്പോ ഇതിൽ മിക്സഡ് മെത്തഡ് റിസർച്ച് ഇതായിരിക്കും അധികവും യൂസ് ചെയ്യേണ്ടി വരിക. മിക്സഡ് മെത്തഡ് റിസർച്ച് മൂന്നാമത്തെ ബേസ്ഡ് ഓൺ എൻക്വയറിയിൽ മൂന്നാമത്തെ ടൈപ്പാണ് മിക്സഡ് മെത്തേഡ്. ഇത് എന്താണ്, ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അസ്പെക്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? നല്ല ഫ്ലെക്സിബിൾ ആണ്, ഫ്ലെക്സിബിലിറ്റി ഇൻ സം പാർട്സ് ആൻഡ് സ്ട്രക്ചേർഡ് ഇൻ സം അതർ ആസ്പെക്ട്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ചിലതിൽ സ്ട്രക്ചേർഡ് ആണ്, ചിലതിൽ അൺസ്ട്രക്ചേർഡും രണ്ടും ഉപയോഗിക്കാം. ഫ്ലെക്സിബിലിറ്റി ഉണ്ട് മിക്സഡ് മെത്തേഡിൽ. ആൾസോ ക്യാൻ ഇൻവോൾവ് ഡാറ്റ കളക്ഷൻ യൂസിങ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് വൈസ്. കഴിഞ്ഞു. അത് ആ ഒരു ടൈപ്പ് റിസർച്ചിന്റെ ടൈപ്സും കഴിഞ്ഞു. ഇനി പ്രോസസ്സാണ്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. പ്രോസസ്സിൽ 6 പ്രോസസ്സ് പറയുന്നുണ്ട്. അത് ആദ്യം ഒന്ന് പറയാം. ഒന്ന് ടോപ്പിക് സെലക്ഷൻ ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. പിന്നെ ചെയ്യുന്നത് റിസർച്ച് ചെയ്യുമ്പോൾ പ്രോസസ്സുകൾ നിങ്ങളൊന്നും ഇങ്ങനെ ആലോചിച്ചാൽ മതി. റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം ടോപ്പിക് സെലക്ഷൻ, ഒരു പ്രോബ്ലം കിട്ടണ്ടേ, ടോപ്പിക് സെലക്ഷൻ നടത്തും. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അതിന്റെ കൂടെ തന്നെ ചെയ്യും. പിന്നെ മെത്തഡോളജി, ഏത് മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്യണം നോക്കും.
മൂന്നാമത്തത് അതിന്റെ ഡാറ്റ കളക്ഷൻ ചെയ്യും. എന്നിട്ട് കോഡിംഗ് ആൻഡ് അനാലിസിസ്, ഇതിനെ ഡാറ്റ കോഡ് ചെയ്യും. പിന്നെ നാലാമത്തെ സ്റ്റെപ്പാണ് എന്ത്, ഫൈൻഡിങ്സ്, ഡിസ്കഷൻ ആൻഡ് കൺക്ലൂഷൻ. അതിലൊരു ഫൈൻഡിങ്സ് ഡാറ്റ കളക്ഷൻ ചെയ്ത് കോഡ് ചെയ്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫൈൻഡിങ്സ് കിട്ടും. അതിനെ ഡിസ്കസ് ചെയ്യും, അതിനൊരു കൺക്ലൂഷനും നൽകും. ആ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ പ്രസന്റേഷൻ ആയിരിക്കും. പിന്നെ റെഫറൻസ്, അപ്പൊ അതിൽ എന്ത് ചെയ്യും, റെഫറൻസസ് എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഈ റിസർച്ചിന് ഉപയോഗിച്ച റെഫറൻസസ് കൊടുക്കും. ലാസ്റ്റ് ഓക്കെ, അതും കൂടി കഴിഞ്ഞിട്ടാണ് പ്രിപ്പയറിംഗ് എ റിസർച്ച് പേപ്പർ. ഇതാണ് പ്രോസസ്. ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ ഒന്നാമത് ടോപ്പിക് സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, സ്പീഡിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട്. ഡിസ്കഷൻ വിത്ത് ടീച്ചേഴ്സ്, സീനിയേഴ്സ്, നമ്മൾക്ക് അറിയുന്ന നമ്മളെ പിന്നെ ഗൈഡിനോടും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചിട്ട് നല്ലൊരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കഷൻ നടത്തും. കൺസൾട്ടേഷൻ വിത്ത് ദി എക്സ്പേർട്ട് ഇൻ ദി ഫീൽഡ്, കൺസൾട്ടേഷൻ നടത്തും. പിന്നെ ഒബ്സർവേഷൻ വൺസെൽഫ് ആസ് വെൽ ആസ് അതർ പീപ്പിൾ അറൌണ്ട് അസ് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻ ആൻഡ് കോണ്ടക്സ്റ്റ്. നമ്മൾ തന്നെ സ്വയം ഒബ്സർവ് ചെയ്യും കുറെ കാര്യങ്ങളിലാണ്. ഇങ്ങനെ എന്താ ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു പ്രോബ്ലം റിസർച്ചിന് ഉണ്ടാവുമ്പോൾ അതൊരു ഏതെങ്കിലും ഒരു ഗ്യാപ്പ് എന്ന് വരുന്ന സാധനമായിരിക്കും. ഒരു സാധനം ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ടാവും, അത് മുമ്പ് നേരത്തെ പറഞ്ഞ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർച്ച് നടക്കുന്നത്. അപ്പൊ എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അതൊക്കെ അത് ഇങ്ങനെ അതിന് പ്രാധാന്യം ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, കൺസൾട്ട് ചെയ്യും മറ്റുള്ളവരുമായിട്ട്. എന്നിട്ട് നമ്മൾ അതോടൊപ്പം തന്നെ റീഡിങ്, ലിറ്ററേച്ചർ റീഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഒരു ഡീപ്പ് നോളജ് അതുകൊണ്ട് ഉണ്ടാക്കും. ആ ലിറ്ററേച്ചർ അതും കൂടി ഒരുമിച്ച് കൊടുക്കാൻ തന്നെ കാരണം ടോപ്പിക് സെലക്ഷൻ ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ചിലപ്പം ലിറ്ററേച്ചർ റിവ്യൂ ചെയ്താൽ നമുക്ക് കിട്ടും എന്ത്, ഒരു കൺക്ലൂഷൻ കിട്ടും, ഈ ഒരു ടോപ്പിക്കിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ഇത് ഓൾറെഡി കുറെ പലരും റിസർച്ച് ചെയ്തതാണ് എന്നുള്ള ഇത് കിട്ടും. ആ ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് കിട്ടും. അപ്പോ അത് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രാധാന്യം തിരിയും, ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രാധാന്യം എന്നും ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് കിട്ടും. പിന്നെ ഈ അതിൽ തന്നെ ഇവാലുവേഷൻ ഓഫ് ഐഡിയാസ് ആസ് റിസർച്ച് വർത്തി, അതിന്റെ ഇവാലുവേഷനും ഇതിൽ നടക്കും. അതായത് ഗോയിങ് ബിയോണ്ട് ദി നോൺ, നമുക്ക് അറിയുന്ന മറക്കപ്പുറത്തുള്ള ഒരു സാധനം, ഒരു സാധനം നമ്മൾ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന മാത്രമല്ല അതിന്റെ പിന്നിൽ എന്ത് എന്നുള്ളതും കൂടി പഠിക്കുന്ന ഒരു ഇതാണ്, ഒരു ഐഡിയ ഇതിൽ വേണം. പിന്നെ ഫീസിബിലിറ്റി നോക്കണം, ഇപ്പോൾ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇല്ലയോ, പിന്നെ അതിന്റെ റിസോഴ്സസ് അവൈലബിൾ ആണോ, ഒരു സംഗതി അത് പഠിക്കുമ്പോൾ അതിന്റെ റിസോഴ്സസ് നമുക്ക് കിട്ടണം എവിടുന്നെങ്കിലും. പിന്നെ ഇൻട്രസ്റ്റും വേണം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കാരണം എന്താ, ഇത് നമ്മൾ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ധാരാളം സമ്പത്ത് ചെലവാക്കേണ്ടി വരും, മണി ചെലവാക്കേണ്ടി വരും, ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, ശ്രമം എഫോർഡ് ചെയ്യേണ്ടി വരും നമ്മൾ. പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമാകുമ്പോൾ അതിൽ നമുക്കിത് മോട്ടിവേഷൻ കിട്ടൂല. ആ മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ ഇൻട്രസ്റ്റും കൂടി അനിവാര്യമാണ്. ഇനി റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വിഷയം പ്രോബ്ലം നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ ലിറ്ററേച്ചർ റിവ്യൂ നടത്തും. അതിന് സർട്ടൈൻ ടൈമും ഉണ്ടാവും, ആ പീരീഡിൽ നമ്മൾ ചെയ്യും. എന്നിട്ട് പിന്നെ എവിടെയൊക്കെയാണോ ജേർണൽസ് വായിക്കും, ബുക്സോ അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയസ്, അതുപോലെ ഓൺലൈൻ ഹാൻഡ് ബുക്സ്, ഡാറ്റാബേസ് ബേസസ് ഇവിടെ പറഞ്ഞ് വായിക്കുക എന്ന് മാത്രം. ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നു. അത് യു അണ്ടർസ്റ്റാൻഡ് ദി തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് യുവർ ടോപ്പിക് കിട്ടാൻ നിങ്ങൾക്ക് ഉപകരിക്കും. അത് മാത്രമല്ല ഇത് എന്തൊക്കെ സ്റ്റഡികൾ ഇതിൽ നടന്നിട്ടുണ്ടെന്ന് കിട്ടും, എവിടെയൊക്കെ ഇതിന് ഗ്യാപ്പ് ഉണ്ട്, എന്തൊക്കെയാണ് ഇത് ഈ വിഷയത്തിൽ ആരും ടച്ച് ചെയ്യാത്ത ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനും അതുകൊണ്ട് കഴിയും. പിന്നെ ഇവിടെ രണ്ടിന്റെ ഒരു ഡിഫറൻസ്, ലിറ്ററേച്ചർ സമ്മറി, ലിറ്ററേച്ചർ റിവ്യൂവിന്റെ ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ലിറ്ററേച്ചർ സമ്മറി എന്ന് പറയുന്നത് പിന്നെ ഇത് ഒരു സ്റ്റഡി വൈസ് ആണ് പ്രസന്റ് ചെയ്യുന്നത്, ലിറ്ററേച്ചർ സമ്മറി. മറ്റേത് തീം വൈസ് ആണ്. ലിറ്ററേച്ചർ സമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് whatever research has been conducted in particular area, it presents the main findings of each study in the area. ആ ഫൈൻഡിങ്സ് ഇങ്ങ് തരാമെന്ന് മാത്രമാണ്. ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ഗ്യാപ്പ് കണ്ടെത്തലാണ് ലിറ്ററേച്ചർ റിവ്യൂ. കാരണം ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ള നമ്മൾ ഇതിൽ പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ രണ്ടിന്റെയും ലിറ്ററേച്ചർ സമ്മറി പോരാ, ലിറ്ററേച്ചർ റിവ്യൂ ആണ് ശരിക്കും റിസർച്ചിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് അവിടെ പറഞ്ഞു എന്ന് മാത്രം. Review not only summarizes but also evaluates the studies in an area and highlights the relationship. പിന്നെ ടു ആസ്പെക്ട് റിസർച്ച് പ്രോബ്ലത്തിന് ടു ആസ്പെക്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പ്യൂപ്പിളും പിന്നെ ഒന്ന് പ്രോബ്ലംസും. രണ്ടാണ് രണ്ട് ആസ്പെക്ട്സ്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ വേരിയബിൾസിന്റെ എല്ലാ വിഷയവും റിസർച്ച് പേപ്പറിലെ എല്ലാ വിഷയവും ടച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഒരു വേരിയബിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് അറിയുന്നത് തന്നെയാണ്. 3 ടൈപ്പ് വേരിയബിൾസ് ഉണ്ട് ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. IV, DV. എന്താ IV എന്ന് പറഞ്ഞാല്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിൾ എന്താ ചോദിച്ചാട്ടോ, എല്ലാം അറിയുന്നതാണ്. എക്സ്ട്രീനിയസ് വേരിയബിളും. ഓക്കെ. പിന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ റിസൾട്ട്,
എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാധിക്കുന്നത് റിസൾട്ടിനെ ഡിപെൻഡന്റ് വേരിയബിളിനെ ബാധിച്ചേക്കാം, അതുകൊണ്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യൽ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയാണ് എക്സ്റ്റേണൽ വേരിയബിൾ. എക്സ്റ്റേണൽ വേരിയബിൾ വിച്ച് വി നീഡ് ടു കൺട്രോൾ ആസ് ദേ ക്യാൻ ഇൻഫ്ലുവൻസ് ദി ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ദസ് ഫൈൻഡിങ്സ് മേ നോട്ട് ബി വാലിഡ്. അങ്ങനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വാലിഡ് ആവില്ല. ഇനി രണ്ടാമത്തെ എന്താണ്? പ്രോസസ് അല്ലെ. പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രോസസ്സിൽ ഒന്നാമത്തത് പറഞ്ഞു എന്ത്? ടോപ്പിക് സെലക്ഷൻ ആൻഡ് ലിറ്ററേച്ചർ റിവ്യൂ. selection and review of literature. രണ്ടാമത്തെ മെത്തഡോളജി ആണ്. മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മെത്തഡോളജി വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ഇറ്റ് ഈസ് റിസർച്ച് മെത്തഡോളജി ഈസ് എ വേ ഓഫ് എക്സ്പ്ലെയിനിങ് ഹൗ എ റിസർച്ചർ ഇന്റൻസ് ടു ക്യാരി ഔട്ട് ദ റിസർച്ച്. അതാണ് മെത്തഡോളജിയോട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ആ റിസർച്ച് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അയാൾ. ഇറ്റ് ഈസ് എ ലോജിക്കൽ സിസ്റ്റമാറ്റിക് പ്ലാൻ ടു റിസോൾവ് എ റിസർച്ച് പ്രോബ്ലം. ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് പ്ലാൻ ആണിത്. പിന്നെ ഇതിൽ പറയുന്നത് ഇറ്റ് ഇൻകംബസസ് വാട്ട് data they are going to collect and where from, as well as how it is being collected and analyzed. ഒക്കെ ഈ മെത്തഡോളജിയായി ബന്ധപ്പെടുന്നതാണ്. ഇത് റിസർച്ചിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കും. നല്ലൊരു മെത്തഡോളജി യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. അത് മാത്രമല്ല, റിസർച്ച് ഗിവ്സ് റിസർച്ചേഴ്സ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ദാറ്റ് ഹെൽപ്സ് ദം സ്റ്റേ ഓൺ ട്രാക്ക് ആൻഡ് മേക്സ് ദി പ്രോസസ് ഈസി ടു ഹാൻഡിൽ. ഇനി പറയുന്നത് ഇതിന്റെ ഈ മെത്തഡോളജിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഒബ്ജക്റ്റീവ്സ് ആണ്. മെത്തഡോളജിയിൽ ഒബ്ജക്റ്റീവ്സ് വേണം. ഇത് ഒരു ടേംസ് എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അത് ഉണ്ടായിരിക്കണം. അതാണ് ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹൈപ്പോത്തിസിസ് നമുക്ക് അറിയാലോ. എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ? നമ്മളെ വൈവേ ക്വസ്റ്റ്യനിലും വരാൻ സാധ്യത വന്നിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. ഹൈപ്പോത്തിസിസ് അതായത് സ്റ്റേറ്റ് ചെയ്യാൻ രണ്ട് ചാൻസസും. ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. ടെൻഡേറ്റീവ് പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അസംഷൻ ആണ്, ബേസ്ഡ് ഓൺ ദി എക്സിസ്റ്റിംഗ് സ്റ്റഡീസ്. അതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റും. എന്ത്? ഐദർ നൾ ഹൈപ്പോത്തിസിസ് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റും. നൾ ഹൈപ്പോത്തിസിസും ഉണ്ടാവും, അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് മുന്നോട്ട് പ്രൊപ്പോസ് ചെയ്യാനും പറ്റും. അത് എങ്ങനെയായിരിക്കും? ഡിപ്പെൻഡിങ് ഓൺ ദി എക്സിസ്റ്റിംഗ്, ഇപ്പോൾ ഉള്ള സ്റ്റഡിയുടെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് പ്രൊപ്പോസ് നടക്കുക. എന്നിട്ട് ഡാറ്റ കളക്റ്റഡ് ഈസ് അനാലിസിസ് എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ ഡാറ്റ കളക്ട് ചെയ്യും. പിന്നെ അവസാനമാണ് എന്ത് ചെയ്യും? അതിനെ റിജക്ട് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ പിന്നെ തിരിയാം. അപ്പോൾ റിസർച്ച് പിന്നെ പറയുന്നത് മൂന്നാമത്തത് ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തിസിസ്, മെത്തഡോളജി ആണ്. ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തിസിസ്, റിസർച്ച് ഡിസൈൻ അനിവാര്യമാണ്. റിസർച്ച് ഡിസൈനിലും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കുറെ ഡിസൈനുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊരു ഇറ്റ് ഈസ് എ പ്ലാൻ, സ്ട്രാറ്റജി ഓർ ബ്ലൂ പ്രിന്റ് ഫോർ ഹൗ യു വിൽ ഡു ദി റിസർച്ച്. അതാണ് റിസർച്ച് ഡിസൈൻ എന്നുള്ളത്. ഇതൊരു ബ്ലൂ പ്രിന്റ് ആണ് ശരിക്കും. എങ്ങനെ നിങ്ങൾ ചെയ്യുന്നു ആ റിസർച്ച് ഡിസൈനിൽ അത് ബ്ലൂ പ്രിന്റ് ആണ്. ഇൻക്ലൂഡിങ് ഹൗ യു വിൽ അനലൈസ് ദി ഡാറ്റ. എങ്ങനെ നിങ്ങൾ ഈ ഡാറ്റ അനലൈസ് ചെയ്യും ഈ റിസർച്ചിലൂടെ എന്നൊക്കെ പറയും. ഇറ്റ് ടാക്സ് അബൌട്ട് ഹൗ യു വിൽ സോൾവ് യുവർ റിസർച്ച് പ്രോബ്ലം. ഇറ്റ് മേക്സ് ഷുവർ ദാറ്റ് ദി സ്റ്റഡി ഈസ് ഡൺ ദി റൈറ്റ് വേ സോ ദാറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി അച്ചീവ്ഡ്. അങ്ങനെ റൈറ്റ് വേ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ റിസർച്ച് പ്രോബ്ലത്തിന് ഇത് അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും എന്നൊക്കെ അത് തരും. ഇനി റിസർച്ച് ഡിസൈൻസ് തന്നെ ഡിവൈഡ് ചെയ്യാണ്. മൂന്നാമത്തെ റിസർച്ച് ഡിസൈനിൽ പറയുമ്പോൾ റിസർച്ച് ഡിസൈൻസ് തന്നെ ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. റിസർച്ച് ഡിസൈൻസ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. റിസർച്ച് ഡിസൈൻസ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് കോണ്ടാക്ട്സ് ഉണ്ട്. ഓക്കെ, അതിൽ നാച്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നതാണ് എന്തൊക്കെ? നമ്മൾ കഴിഞ്ഞ പഠിച്ച ഓർമ്മയുണ്ടാവും. എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ ഷോർട്ടായി പറഞ്ഞാൽ മതി. നമ്മൾ കൺട്രോൾഡ് സെറ്റിംഗ്സിൽ, കൺട്രോൾഡ് കണ്ടീഷൻസിൽ നമ്മൾ പിന്നെ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് എക്സ്പെരിമെന്റൽ അല്ലേ? യെസ്. അതിൽ ഇന്റേണൽ വാലിഡിറ്റി എന്തായിരിക്കും എന്ന് പറഞ്ഞത്? എക്സ്പെരിമെന്റൽ എപ്പോഴും ഹൈ ആയിരിക്കും, കാരണം കൺട്രോൾഡ് സെറ്റിംഗ്സിലാണ്. പക്ഷെ ഇത് എല്ലാ സമയത്തും ഇത് പറ്റിയെന്ന് വരില്ല.
ഇപ്പോൾ ഇത് നാച്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റൽ, നോൺ എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ. എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് സെറ്റിംഗ്സിൽ ഒരു ഫിനോമിനൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വാരിയബിൾ മാനിപ്പുലേഷനും റാൻഡമൈസേഷനും ഒക്കെ നടക്കും കേട്ടോ എക്സ്പെരിമെന്റലിൽ. പിന്നെ നോൺ എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ ലാക്സ് ദി 3 key components ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ. എക്സ്പെരിമെന്റൽ ഡിസൈൻ പോലെ തന്നെയാണ്, പക്ഷെ അതിന്റെ 3 കമ്പോണൻസ് ഉണ്ടാവില്ല ഇതില് നോൺ എക്സ്പെരിമെന്റൽ. അത് എന്തൊക്കെയായിരിക്കും? നോൺ എക്സ്പെരിമെന്റലിൽ ഇല്ലാത്ത 3 ഒന്ന് കൺട്രോൾഡ് കണ്ടീഷൻ, പിന്നെ ഒന്ന് വാരിയബിൾ മാനിപ്പുലേഷൻ, പിന്നെ ഒന്ന് റാൻഡമൈസേഷൻ. കൺട്രോൾഡ് കണ്ടീഷൻ ഉണ്ടാവില്ല, വാരിയബിൾ മാനിപ്പുലേഷൻ നടക്കൂല, റാൻഡമൈസേഷൻ ഉണ്ടാവില്ല. അതാണ് നോൺ എക്സ്പെരിമെന്റൽ മെത്തേഡ് റിസർച്ച് ഡിസൈൻ. പിന്നെ ക്വാസി എക്സ്പെരിമെന്റൽ ആണ്. ക്വാസി എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ ഇത് കോസ് ആൻഡ് എഫക്റ്റ് പഠിക്കുന്ന ഒരു ഡിസൈൻ ആണ് ക്വാസി എക്സ്പെരിമെന്റൽ. എങ്ങനെയാണ്? ലൈക്ക് ആൻ എക്സ്പെരിമെന്റൽ ഡിസൈൻ, ഇറ്റ് ആൾസോ ഇൻവോൾവ്സ് മാനിപ്പുലേഷൻ ഓഫ് ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ബട്ട് ഇറ്റ് does not involve random assignment of the participant to the experimental and control group. റാൻഡമൈസേഷൻ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഇത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്ന ഒരു ഡിസൈൻ ആണ് ക്വാസി എക്സ്പെരിമെന്റൽ. എക്സ്പെരിമെന്റൽ പറഞ്ഞു, നോൺ എക്സ്പെരിമെന്റൽ പറഞ്ഞു, ക്വാസി എക്സ്പെരിമെന്റൽ പറഞ്ഞു. എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ പിന്നെ കൺട്രോൾഡ് കണ്ടീഷൻസിൽ വാരിയബിൾ മാനിപ്പുലേഷനോട് കൂടെ റാൻഡമൈസേഷനോട് കൂടെ ഒക്കെ ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ് എക്സ്പെരിമെന്റൽ. നോൺ എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് കണ്ടീഷൻ ഉണ്ടാവില്ല. അതായത് എക്സ്പെരിമെന്റലിലുള്ള 3 കാര്യങ്ങൾ ഉണ്ടാവില്ല. കൺട്രോൾഡ് കണ്ടീഷൻ ഉണ്ടാവില്ല, വാരിയബിൾ മാനിപ്പുലേഷൻ ഉണ്ടാവില്ല, റാൻഡമൈസേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ക്വാസി എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്ന ഡിസൈൻ, റിസർച്ച് ഡിസൈൻ ആണ് ക്വാസി എക്സ്പെരിമെന്റൽ. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ഇതിൽ റിസർച്ച് ഡിസൈൻസ് എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഒന്ന് കേസ് സ്റ്റഡി ആണ്. നമുക്കറിയാം കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ is a detailed in-depth study of one single case and multiple case. ഡീറ്റെയിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി ആണത്. പിന്നെ ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ ഇത് നമ്മൾ ഇന്റർവ്യൂ മെത്തേഡ്. പിന്നെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഈ 3 എന്തിൽ വരുന്നത്? റിസർച്ച് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നത്. റിസർച്ച് ഡിസൈൻ ഇൻ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് കോണ്ടാക്ട്സ് വരുന്നുണ്ട്. അത് ക്രോസ് സെക്ഷണൽ, ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതായത് പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് നമ്മൾ പഠിച്ചത്. പിന്നെ ലോങ്ങിറ്റ്യൂഡിനൽ, അതും പറയേണ്ട ആവശ്യമില്ല. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡീസ് ഇഷ്യൂ ഒരു ഫിനോമിന അല്ലെങ്കിൽ ഇഷ്യൂ പഠിക്കുന്നു ബൈ ടേക്കിംഗ് ക്രോസ് സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ അറ്റ് ദി സെയിം ടൈം. ഒരു സെയിം ടൈമിൽ എന്ത് ചെയ്യാണ്? രണ്ട് ഇതിനെടുത്തിട്ട് പിന്നെ പഠിക്കുന്ന രീതിയാണ് ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത്. അറ്റ് ദി സെയിം ടൈം ദസ് ബോത്ത് ദി സ്റ്റഡി പോപ്പുലേഷൻ ആൻഡ് ദി ടൈം ഓഫ് ദി സ്റ്റഡി റെപ്രസെന്റ് ദി സെയിം ടൈം പോയിന്റ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന സെയിം ടൈം പോയിന്റ് ആയിരിക്കും. ഇനി പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് റെഫറൻസ് ടു എനി ഇന്റർവെൻഷൻ ഓർ പ്രോഗ്രാം ടു സീ ദി എഫക്റ്റീവ്നെസ്. ഇത് നേരത്തെ പറഞ്ഞ തന്നെ ഇൻവോൾവ്സ് 2 ക്രോസ് സെക്ഷണൽ ഡാറ്റ സെറ്റ്സ്. അത് ഒരു ടെസ്റ്റ് ആദ്യം ഒരു ടീമിനെ വെച്ചിട്ട് ചെയ്യും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതേ ടീമിനെ വെച്ചിട്ട് വേറെ ടെസ്റ്റ് ചെയ്യും. അതാണ് പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്. ഇതൊരു റിസർച്ച് ഡിസൈൻ ആണ്. അത് നമ്പർ ഓഫ് കോണ്ടാക്ട്സ് ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് ഡിസൈൻ. അതിലെന്തൊക്കെയുണ്ട്? ക്രോസ് സെക്ഷണൽ ഉണ്ട്, പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്, ലോങ്ങിറ്റ്യൂഡിനൽ. നമുക്കറിയാലോ, പ്രീ ആൻഡ് പോസ്റ്റ് ഡിസൈൻസ് ടെൽസ് us the extent of change at 2 points of time, but it does not tell us about the pattern of change. എങ്ങനെ ചേഞ്ചസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു തരില്ല. 2 ടൈമിലുള്ള റിപ്പോർട്ട് നേരത്തെ പറഞ്ഞ ബിഫോർ ആൻഡ് പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഡിസൈൻ നൽകുമെങ്കിലും ലോങ്ങിറ്റ്യൂഡൽ ഡിസൈനിലാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇതിന്റെ മാറ്റങ്ങൾ, ആ ചേഞ്ചസും ഒക്കെ നമുക്ക് കിട്ടാം ആ ഡിസൈനിൽ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മെത്തഡോളജി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിസർച്ച് ഡിസൈനിലേക്ക് എത്തി അല്ലേ? അപ്പോഴാണ് നമ്മൾ റിസർച്ച് ഡിസൈനിനെ ബേസ്ഡ് ഓൺ എന്ത് ചെയ്തു? ബേസ്ഡ് ഓൺ നാച്ചുറൽ ഇൻവെസ്റ്റിഗേഷൻ, നാച്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഏതൊക്കെയായിരുന്നു റിസർച്ച് ഡിസൈൻ ഒന്ന് ഓർമ്മിച്ച പെട്ടെന്ന്? എക്സ്പെരിമെന്റൽ, നോൺ എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ. പിന്നെ ബേസ്ഡ് ഓൺ പിന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച്, കേസ് സ്റ്റഡി, ഇന്റർവ്യൂ, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. പിന്നെ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കോണ്ടാക്ട്സ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ.
Cross-sectional, before and after, Cross-sectional, pre-test and post-test, longitudinal. ലോങ്ങിറ്റ്യൂഡിനൽ. യെസ്. അപ്പൊ ഇനി പിന്നെ നമ്മൾ മെത്തഡോളജീസിലേക്ക് പോവാണ്. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഹൈപ്പോത്തിസിസ് പറഞ്ഞു, റിസർച്ച് ഡിസൈൻ. നാലാമത്തത് സാമ്പിൾ ആണ്. സാമ്പിൾ വേണം. സാമ്പിള് നമുക്കറിയാലോ, പിന്നെ സാമ്പിൾ allows us to draw conclusion about the research objectives from it and apply them to the population. അതാണ് സാമ്പിൾ നമുക്ക് നൽകുന്നത്. പിന്നെ സാമ്പിൾ സൈസ് മാക്സിമം കൂടാണെങ്കിൽ അത്രയും അക്യുറേറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. ടൂൾസ് വേണം. സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ഓർ സെൽഫ് ഡെവലപ്ഡ് ക്വസ്റ്റനെയർ വിത്ത് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ആൻഡ് നോംസ് ആർ യൂസർ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻസ്. ടൂൾസ് ഒരു മെത്തഡോളജി ആണ്. ടൂൾസ് എന്ത് ചെയ്യണം? സ്റ്റാൻഡർഡൈസ്ഡ് ആവണം. പിന്നെ അത് ചിലപ്പോൾ നമുക്ക് സെൽഫ് ഡെവലപ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റനെയറും മറ്റൊക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കാം. പക്ഷെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഉണ്ടാവണം. പിന്നെ ആറാമത്തെ ഒന്നാണ് എത്തിക്കൽ ഇഷ്യൂസ്. അത് മെത്തഡോളജിയിൽ പെട്ടതാണ്. എത്തിക്കൽ ഇഷ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. റിസർച്ചർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് നല്ല പ്രാധാന്യത്തോടെ തന്നെ ഇതിൽ പറയുന്നുണ്ട്. ethical study, research study and follow all ethical guidelines such as taking informed consent of the research വാങ്ങണം. പിന്നെ എന്നിട്ട് അവരെ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തണം. ബയാസ് ഒക്കെ ഒഴിവാക്കണം. പിന്നെ ഏഴാമത്തെ ഒന്നാണ് റിസർച്ച് പ്രൊപ്പോസൽ. അത് മെത്തഡോളജി. വൺസ് ദി മെത്തഡോളജി സ്റ്റെപ്പ് ഈസ് ക്ലിയർ, വൺ ക്യാൻ ഈസിലി പ്രിപ്പയർ ദി റിസർച്ച് പ്രൊപ്പോസൽ. ഇപ്പൊ പറഞ്ഞ മെത്തഡോളജി സ്റ്റെപ്സ് ഒക്കെ, അതായത് പിന്നെ എന്തുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഹൈപ്പോത്തിസിസ് ഫോം ചെയ്തു, റിസർച്ച് ഡിസൈൻ സെലക്ട് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, സാമ്പിൾ ഉണ്ട്, പിന്നെ ടൂൾസ് സെലക്ട് ചെയ്തു, എത്തിക്കൽ ഇഷ്യൂസ് ഒക്കെ അയാൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് റിസർച്ച് പ്രൊപ്പോസൽ തയ്യാറാക്കാൻ എളുപ്പമാണ്. ഇനി പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ്. നേരത്തെ 2 സ്റ്റെപ്പ് പറഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്തത്, മെത്തഡോളജി രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആ മെത്തഡോളജിയിലേക്ക് ചർച്ച പോയി. ആ ചർച്ചയിൽ ഡിസൈൻ വന്നപ്പോൾ ഡിസൈനിന്റെ ഡീറ്റെയിൽ പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ, ഇപ്പൊ നമ്മൾ ഉള്ളത് പ്രോസസ്സിൽ തന്നെയാണ്. പ്രോസസ്സിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് എന്താ പറഞ്ഞത്? ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ മാത്രമല്ല, Topic selection and literature review. ടോപ്പിക് സെലക്ഷൻ ആൻഡ് ലിറ്ററേച്ചർ റിവ്യൂ. രണ്ടാമത്തത് മെത്തഡോളജി. ആ മെത്തഡോളജിയിൽ ചർച്ച പോയിട്ട് പിന്നെ എന്ത് ചെയ്യും, ഡാറ്റ കളക്ഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡാറ്റ കളക്ഷൻ ആൻഡ് കോഡിംഗ് അനാലിസിസ്. നമുക്ക് അറിയുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഡാറ്റ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഉണ്ടാവും, ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിനെ കോഡിംഗ് ചെയ്യുന്നു, ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു, അണ്ടറിൽ അതിനെ അനാലൈസ് ചെയ്യുന്നു ഈ പ്രോസസ്സിൽ. പിന്നെ നാലാമത്തെ സ്റ്റെപ്പാണ് റിസൾട്ട് ഡിസ്കഷൻ ആൻഡ് കൺക്ലൂഷൻ. റിസർച്ചിൽ നാലാമത്തെ സ്റ്റെപ്പ്. പിന്നെ അതും നമുക്ക് അറിയുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അതിനെ റിസൾട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നു. പിന്നെ റെഫറൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റിസർച്ചിൽ എഴുതിയിരിക്കണം. അത് APA ഫോർമാറ്റിൽ എന്ന് പറയുന്നുണ്ട് ഇതിൽ. ആ ഫോർമാറ്റ് എന്താണോ അത് കീപ്പ് ചെയ്ത് എഴുതിയിരിക്കണം റിസർച്ചിൽ. പിന്നെ ആറാമത്തെ പ്രിപ്പയറിങ് റിസർച്ച് പേപ്പർ ആണ് ലാസ്റ്റ് സ്റ്റെപ്പ്. റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൽ പിന്നെ റിസർച്ച് പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നു. ഇനി റിസർച്ച് മെത്തേഡ്സ് ഇൻ പോസിറ്റീവ് സൈക്കോളജി. പോസിറ്റീവ് സൈക്കോളജിയിലെ റിസർച്ച് മെത്തേഡ്സ്. പോസിറ്റീവ് സൈക്കോളജിയിലെ റിസർച്ച് മെത്തേഡ്സ് എന്താണ്, പിന്നെ ഫോക്കസ് ചെയ്യുന്നതിനുള്ള ഒരു പോയിന്റ്സ് കുറച്ച് പറയുന്നുണ്ട്. എന്താണ് പോസിറ്റീവ് സൈക്കോളജിയിൽ റിസർച്ച് കൊണ്ട് അത് ഫോക്കസ് ചെയ്യുന്നതാണ്. ഒന്ന്, പോസിറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ വെൽബീയിങ് ഒക്കെയാണല്ലോ നമ്മൾ പോസിറ്റീവ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഒരു വ്യക്തിയുടെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഇത് പഠിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്? സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ, അഫക്റ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് സ്റ്റേറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ, പിന്നെ അതൊക്കെയാണ് പഠിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഹാപ്പിനെസ് അറ്റ് പ്രസന്റ് ആൻഡ് ഹോപ്പ്ഫുൾനെസ് ഫോർ ദി ഫ്യൂച്ചർ, ഇതൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. പോസിറ്റീവ് ഇൻഡിവിജ്വൽ, പിന്നെ പറയുന്നത് പോസിറ്റീവ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് പഠിക്കുന്നുണ്ട് പോസിറ്റീവ് സൈക്കോളജിയിലെ റിസർച്ചിൽ. പിന്നെ റിസർച്ച് മെത്തേഡ്സ് ഇൻ പോസിറ്റീവ് സൈക്കോളജി ആണ്. ഒന്ന്, പോസിറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ പഠിക്കുന്നു, പോസിറ്റീവ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് പഠിക്കുന്നു, പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് പഠിക്കുന്നുണ്ട്. കുറെ ഇങ്ങനെ നമുക്ക് തള്ളാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കൂടുതലും. പിന്നെ ഇപ്പൊ ഇതിൽ പറയുന്നത് മാർട്ടിൻ സെലിഗ്മാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അനീഫ് സാർ. നിങ്ങൾ ആൻസർ ചെയ്യണ്ട, വേറെ ആരെങ്കിലും. 1900
98 അല്ലെ 98 ആണ് മാർട്ടിൻ സെലിഗ്മാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കുറെ റിസർച്ചുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ 20 വർഷം, ഏകദേശം 20 അല്ല 98 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വർഷത്തിനിടയിൽ പിന്നെ നമുക്ക് കുറെ റിസർച്ചുകൾ ഇതിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഇതിന് കുറെ നല്ല റിസർച്ച് ചെയ്യുന്ന സമയത്ത് നല്ല മെത്തേഡുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. മാത്രം ഇനി റിസർച്ച് പ്രോജക്ട്സ് ബിക്കോസ് ഇറ്റ് റിമെയിൻസ് ദി ക്വാളിറ്റി, അതിന് റിസർച്ച് ക്വാളിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ നല്ല മെത്തേഡ്സ് കീപ്പ് ചെയ്തിട്ട് വേണം നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല കുറെ ഇത് റിസർച്ചുകൾ നടന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ കുറെ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അതിന്റെ കാരണം മെത്തഡോളജി ക്ലിയർ അല്ലാത്തത് കൊണ്ടും പിന്നെ ലോങ്ങിറ്റ്യൂഡനൽ സ്റ്റഡി അല്ലാത്തത് കൊണ്ടും പലതും പെട്ടെന്ന് എടുത്ത് ഓരോ സ്റ്റഡി നടത്തിയിട്ടുള്ള റിസർച്ചുകളാണ് എന്നൊക്കെയാണ് ക്രിറ്റിസിസം വന്നിരിക്കുന്നത്. പിന്നെ സെൽഫ് അസസ്മെന്റ് മെത്തേഡ്സ് ആണ് പലതിലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോസിറ്റീവ് ആസ്പെക്ട് ഓൺലി നെഗറ്റീവ് ആസ്പെക്റ്റിനെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമൊക്കെയാണ് പലതും നടന്നിരിക്കുന്നത്. പിന്നെ അത് നെഗ്ലക്റ്റിംഗ് ദി കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇൻ സ്റ്റഡിങ് പോസിറ്റീവ് സൈക്കോളജി, അതൊക്കെ പിന്നെ ജനറലൈസബിലിറ്റി ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ആർ ക്വസ്റ്റ്യൻഡ്. ജനറലൈസ് ചെയ്യാൻ പറ്റാത്ത പല തിയറികളും ഒക്കെയാണ് പലരും റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അങ്ങനെ കുറെ ക്രിറ്റിസിസം ഇതുവരെ നടന്ന റിസർച്ചുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇത് പറയുന്നത്. അപ്പോ ഇപ്പം നിലവിൽ പോസിറ്റീവ് സൈക്കോളജി റിസർച്ചിൽ ഒരു ലെസ് യൂസ് ഓഫ് എക്സ്പെരിമെന്റൽ മെത്തേഡിന് ഒരു ലെസ് യൂസ് ആണുള്ളത് എന്നാണ് പറയുന്നത്. മോർ യൂസ് ഓഫ് സെൽഫ് അസസ്മെന്റ് ഓർ സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സിനാണ് കൂടുതലും യൂസ്. ഇനി ഇതിൽ പറയുന്നത് നമ്മളിപ്പോ ഈ റിസർച്ച് മെത്തഡോളജി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്, ഒരു 4 എണ്ണം. ഒന്ന് എന്ന് പറയുന്നത് നല്ല അതർ റിസർച്ച് മെത്തേഡ് ഉപയോഗിക്കാം. ഇൻസ്റ്റീഡ് ഓഫ് സിമ്പിൾ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കോറിലേഷണൽ ഡിസൈൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല റിസർച്ച് മെത്തേഡ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ലോങ്ങിറ്റ്യൂഡൽ സ്റ്റഡിയാണ് കൂടുതലും ചെയ്യേണ്ടത്, അപ്പോഴേ നമുക്ക് നല്ല ഡാറ്റ അക്യൂറേറ്റ് കിട്ടുള്ളൂ ഒക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ലാർജ് റെപ്രസെന്റേറ്റീവ് സാമ്പിൾസിനെ ആയിരിക്കണം നമ്മൾ എപ്പോഴും ഇത് ചെയ്യുന്നത്. ഡൈവേഴ്സ് സാമ്പിൾസ് ഫ്രം വാരീഡ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആൻഡ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സ്, അപ്പോഴേ നമുക്ക് നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഡാറ്റ, അക്യൂറേറ്റ് ഉള്ള ഡാറ്റ കിട്ടും എന്ന് പറയുന്നുണ്ട്. പിന്നെ കോംപ്ലക്സ് ഡാറ്റ അനലൈസ് ടെക്നിക്സ് ഉപയോഗിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ അവസാനം അസസ്മെന്റ് ഇൻ പോസിറ്റീവ് സൈക്കോളജി ആണ്. അസസ്മെന്റ് ഇൻ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഇത് പോസിറ്റീവ് സൈക്കോളജിയിലെ ഒരു സെൻട്രൽ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ? വാട്ട് ഈസ് എ ഗുഡ് ലൈഫ്, ഹൗ കാൻ വി ആർ ത്രൈവ് ഇൻ അവർ ലൈഫ്, വാട്ട് മേക്സ് ലൈഫ് വർത്ത് ലിവിങ്, എങ്ങനെ വെൽബീയിങ് ഉണ്ടാക്കാം, എന്താണ് ഒരു ഗുഡ് വെൽബീയിങ്, എന്താണ് ഗുഡ് ലൈഫ്, ഇതൊക്കെയാണ് സെൻട്രൽ ക്വസ്റ്റ്യൻസ് പോസിറ്റീവ് സൈക്കോളജിയിൽ. അപ്പോൾ ഇത് one important goal of assessment in positive psychology is to measure various positive psychology constructs. ഇതൊക്കെ ഈ കൺസ്ട്രക്ട്സ് ഒക്കെ എന്ത് ചെയ്യാം, അസസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഗോൾ പോസിറ്റീവ് സൈക്കോളജിയിലെ. അപ്പോൾ പിന്നെ ആൻസേഴ്സ് ടു ദീസ് ഇൻഡിക്കേറ്റ്സ് അറ്റ് വേരിയസ് ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻ വൺസ് ലൈഫ്. ഇതിനൊക്കെ ടൂൾസുകളും ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മാർട്ടിൻ സെലിഗ്മാൻ്റെ തന്നെ ടൂളുകളൊക്കെ ഇതിന് വന്നിട്ടുണ്ട്, ഒരാളുടെ വെൽബീയിങ് അളക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. IMPO എന്തോ അതിന്റെ പേരും തോന്നുന്നു. പിന്നെ പ്രൈമറി ഡാറ്റ കളക്ഷൻ, ഈ അസസ്മെന്റിൽ ചെയ്യുന്നതിന്റെ അണ്ടർലായിട്ട് പറയുന്നതാണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉപയോഗിച്ച് പ്രൈമറി ഡാറ്റ കളക്ഷൻ ചെയ്യണം. എന്നിട്ട് പിന്നെ അതിന്റെ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് യൂസ് ഒബ്സർവേഷൻ ആസ് എ വേ ടു മെഷർ, ബട്ട് ദി വേ ഡാറ്റ ഈസ് പ്രസന്റഡ് ഇൻ ഈസ് വാട്ട് മേക്സ് ഡിഫറൻസ്. With quantitative approach, the data are put into categories, scales, but with the qualitative approach, data are put into narrative descriptions. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. അസസ്മെന്റ് ഇൻ പോസിറ്റീവ് സൈക്കോളജി അതിന്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന തന്നെയാണല്ലോ. അത് എത്രത്തോളം നമ്മൾ വെൽബീയിങ്ങിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ അതിന്റെ മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ് പിന്നെ പറഞ്ഞത്. പിന്നെ സൈക്കോളജിക്കൽ ക്വസ്റ്റ്യനെയർ, ഈ റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഈ റിസർച്ച് ഉപകരിക്കും. അങ്ങനെ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാനും ടെസ്റ്റ് ഉണ്ടാക്കാനും ഇൻസ്ട്രുമെന്റ്സ് ഇൻവെന്ററി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാനൊക്കെ പറ്റും.
പിന്നെ വേറെ സ്റ്റെപ്സ് ആർ ഇൻവോൾവഡ് ഇൻ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ മെത്തേഡ്. ഇതിൽ വ്യത്യസ്തമായ സ്റ്റെപ്പുകൾ ഇൻവോൾവ് ആണെന്ന് പറയുന്നുണ്ട് ടെസ്റ്റ് കൺസ്ട്രക്ഷനിൽ. ഒന്ന് പ്ലാനിങ് ആണ്, റൈറ്റിംഗ് ദി ടെസ്റ്റ് ഐറ്റം, പിന്നെ ഫൈനലൈസിങ് ദി ടെസ്റ്റ് ഐറ്റം, പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ. ഒരു പിന്നെ പ്ലാനിങ് വേണം. പിന്നെ പ്ലാനിങ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. പിന്നെ എന്ത് ചെയ്യാണ്, റൈറ്റിംഗ് ദി ടെസ്റ്റ് ഐറ്റം എന്ത് ചെയ്യണം, റിസർച്ചർ needs to define the variable, find out the components of it, and then write items related to this. പിന്നെ ഫൈനലൈസിങ് ദി ടെസ്റ്റ് ഐറ്റം, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ഫൈനലൈസ് ചെയ്യുക. ഇത് ഉദ്ദേശിക്കുന്നത് ഇൻവോൾവ്സ് റിവ്യൂയിങ് ദി ഐറ്റം ആൻഡ് ഗെറ്റിംഗ് എക്സ്പേർട്ട് ഫീഡ്ബാക്ക് ഓൺ ദി ഐറ്റംസ്. എന്നിട്ട് അതിനെ വീണ്ടും പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ. ആഫ്റ്റർ എക്സ്പേർട്ട് റിവ്യൂ ദി ടെസ്റ്റ് എന്ത് ചെയ്യാം, ഒരു പൈലറ്റ് സാമ്പിൾ പോലെ ഒരു ടെസ്റ്റ് നടത്തുക റിസർച്ചർക്ക് അനിവാര്യമാണ്. പിന്നെ ഫൈനൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യും. പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഫൈനൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യും. ടെസ്റ്റ് മാനുവൽ പ്രിപ്പറേഷൻ, എന്നിട്ട് അതിന്റെ ടെസ്റ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യും. അതാണ് ഈ അസസ്മെന്റിന്റെ പാർട്ടിൽ പറയാണ്. അങ്ങനെ അസസ്മെന്റ് ഒരു ടൂള്, സൈക്കോളജി ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു ടൂള് ഡെവലപ്പ് ചെയ്താൽ തന്നെ ഒരു റിസർച്ചർ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. നല്ല പ്ലാനിങ് വേണം. എന്നിട്ട് ആ ടെസ്റ്റ് ഐറ്റംസ് എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്യണം. എന്നിട്ട് ആ ടെസ്റ്റ് ഐറ്റം ഫൈനലൈസ് ചെയ്യണം. എന്നിട്ട് അതിനൊരു പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫൈനൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് ടെസ്റ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിലെ റിസർച്ചർക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി റിസർച്ചർ എത്തിക്കൽ ഗൈഡൻസ് കീപ്പ് ചെയ്യണം, നേരത്തെ പറഞ്ഞിരുന്നു. അത് നല്ല പ്രാധാന്യത്തോടെ എടുത്തൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. എത്തിക്കൽ ഗൈഡൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് പറയാണ്, പർപ്പസ് ഓഫ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ക്യാൻ ബി ഡിസ്ക്രൈബഡ് ആസ് ഫോളോസ്. ഇതിന്റെ പർപ്പസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്തിക്കൽ ഗൈഡ് ലൈൻസ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്, എന്തിനാണത്? ഇൻഷുറിംഗ് ദി റൈറ്റ്സ് ഓഫ് ഈച്ച് പാർട്ടിസിപ്പന്റ്. ഒരാളുടെയും അവകാശം എന്ന് പറഞ്ഞാൽ അയാൾക്ക് വളരെ പ്രധാനമാണ്, അത് ഉറപ്പുവരുത്തണം. ഫോക്കസ് ഓൺ ദി വെൽഫെയർ ഓഫ് ദി പാർട്ടിസിപ്പൻസ്, വെൽഫെയർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോസിങ്, ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഹാം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് പിന്നെ കാരണം അതാണ് ഇതിന്റെ പർപ്പസിൽ പറയുന്നത്. എൻഷുറിംഗ് ദി ഒരാളുടെ അവകാശം സംരക്ഷിക്കണം, പിന്നെ വെൽഫെയർ ഫോക്കസ് ചെയ്യണം, ഒരാൾക്കും ഒരു ഹാമും ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ മെയിൻറ്റൈനിങ് ദി കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. പിന്നെ ഒരു പ്രൊഫഷണലിസവും കീപ്പ് ചെയ്യണം. പിന്നെ റിസർച്ചർ എന്ത് ചെയ്യണം, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റിസർച്ചർ, ഫോക്കസ്, ഒരു റിസർച്ചറുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണോ അതൊക്കെ ഇതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊമോട്ട് ഫെയർനെസ് ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ദി റിസർച്ച് സ്റ്റഡീസ് ഇൻ ദി ഫീൽഡ്, കോൺട്രിബ്യൂട്ട് ടു ദി ഗ്രോത്ത് ഓഫ് എ ഡിസിപ്ലിൻ ആസ് എ സയന്റിഫിക് ഫീൽഡ്. ഇത് ഇതിന്റെ എത്തിക്കൽ ഗൈഡ് ലൈൻസിന്റെ പർപ്പസ് ആയിട്ട് പറയുന്നു. പിന്നെ റിസർച്ചർ നീഡ്സ് ടു ടേക്ക് കെയർ ഓഫ് ദി ഫോളോയിങ് എത്തിക്കൽ ആസ്പെക്ട്സ് വൈൽ ക്യാരിയിങ് ഔട്ട് റിസർച്ച്. എന്നിട്ട് പറയുന്നുണ്ട് ഈ എത്തിക്കൽ ആസ്പെക്ട്സ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏത് റിസർച്ചറും കീപ്പ് ചെയ്യേണ്ട എത്തിക്കൽ ആസ്പെക്ട്സ് ആണ് താഴെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഒന്ന് ഇൻഫോർമഡ് കൺസെന്റ് ആണ്. റിസർച്ചർ നീഡ്സ് ടു പ്രൊവൈഡ് ആൾ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദി പാർട്ടിസിപ്പന്റ് ആൻഡ് എന്ത് ചെയ്യണം, ഇത് കറക്റ്റ് റൈറ്റ് ദി റിട്ടേൺ കൺസെന്റ് ഓഫ് ദി പാർട്ടിസിപ്പന്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദി റിസർച്ച് പ്രോസസ്. പിന്നെ ദി പാർട്ടിസിപ്പന്റ് ഈസ് ഫ്രീ ടു വിത്ഡ്രോ ഫ്രം ദി റിസർച്ച് അറ്റ് എനി പോയിന്റ് ടൈം. കാരണം എപ്പോഴും ഈ പാർട്ടിസിപ്പന്റ് എന്ത് ചെയ്യാം, വിത്ഡ്രോ ചെയ്യാം ഇതിൽ നിന്നും. അപ്പൊ എപ്പോഴും കൺസെന്റ് വാങ്ങണം. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. എത്തിക്കൽ പിന്നെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്, അതിലെ പർപ്പസ് പറഞ്ഞു, എന്തിനാണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ അസ്പെക്ട്സ്, എത്തിക്കൽ ഇതിന്റെ അസ്പെക്ട്സ് പറയുന്നു. അത് പിന്നെ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇൻഫോർമഡ് കൺസെന്റ് വാങ്ങണം. കാരണം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാൽ പിന്നെ നമ്മൾ കുടുങ്ങുന്നതുകൊണ്ട്. കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. പിന്നെ അടുത്ത് പറയുന്ന ഡിസെപ്ഷൻ ആൻഡ് ഡീബ്രീഫിംഗ് ചെയ്യണം. ഡിസെപ്ഷൻ എന്ന് പറയുന്നത് റിസർച്ചർ എപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോ റിസർച്ചർ അവിടെ പോയിട്ട് അയാളോട് പറയും, ഇപ്പൊ ഒരു അമ്മന്റെ അച്ഛന്റെയും ഒരു വീട്ടിലെ ഒരു ഭാര്യ ഭർത്താക്കന്മാരോട് ഇത് റിസർച്ച് ചെയ്യാനാണ് പോയി വിചാരിച്ചു. എന്നിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾ മക്കളെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാനാണ് നമ്മൾ വന്നതെന്ന് പറയും. അതാണ് ഡിസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ അയാൾ യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടാവുക അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവരെ പ്രശ്നങ്ങളൊക്കെ പഠിക്കാനാണെങ്കിൽ അത് പറയൂല. പക്ഷെ എന്താ, മക്കളെ കാര്യങ്ങൾ പഠിക്കാനെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, യഥാർത്ഥ റിയാലിറ്റിയിൽ അവർ പെരുമാറും. അപ്പൊ അത് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതാണ് ഡിസെപ്ഷൻ.
മറ്റേ ഡീബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തത്തില് പിന്നെ സംടൈംസ് researcher needs to debrief the participant that is tell the real objective of the research to the participant after the data collection from the participant is completed. എല്ലാം കഴിഞ്ഞിട്ടാ പറയാ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നിരുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ബെനിഫിഷ്യൻസ്, the researcher needs to ensure the welfare of the participant ആണ് ബെനിഫിഷ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോൺ മാലിഫിയൻസ്, അതായത് ഒരു ഇതും റിസർച്ചർ ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ there should be no harm and maltreatment to the participant during the conducting of research ചെയ്യുന്ന സമയത്ത്. പിന്നെ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ, അതും വളരെ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ കുറവായിരിക്കണം. to see that the benefit of the research study outweigh the risk. കാരണം if any to the participant, further this should not be affecting the participant in any significant way. ഒരു നിലക്കും പാർട്ടിസിപ്പന്റിന് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പറ്റില്ല. അത് റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കണം, അത് റിസ്ക് കുറക്കാൻ നോക്കണം. പിന്നെ നോൺ മാലിഫിയൻസ് ആയിരിക്കണം, ബെനിഫിഷ്യൻസ് നോക്കണം, ഡിസെപ്ഷൻ ആൻഡ് ഡീബ്രീഫിംഗ്, പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻഫോർമഡ് കൺസെന്റ്. ഇതാണ് എത്തിക്കൽ ആസ്പെക്ട്സിൽ പറയുന്നത്, റിസർച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്ര ഇൻട്രസ്റ്റോടെ ഇത് എടുക്കാൻ കഴിയുള്ളൂ. സംഭവം ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ എങ്ങനെയെങ്കിലും തീർക്കാന്ന് വെച്ചിട്ട് കുറച്ച് സ്പീഡാക്കിയതാണ് അവസാനം. ഇതില് ഈ ചാപ്റ്റേഴ്സ് എക്സാം ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വലിയൊരു സാധ്യത കുറവാണ്. പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ എത്തിക്കൽ പർപ്പോസും അതിന്റെ ആസ്പെക്ട്സ് ഒക്കെ ചോദിച്ചേക്കാം. എന്തൊക്കെയാണ് റിസർച്ചറുടെ എത്തിക്കൽ ആസ്പെക്ട്സ് ചെയ്യുന്ന സമയത്ത് എന്നുള്ള അതും സാധ്യത കുറവാണ്. പിന്നെ മറ്റേ ടൈപ്സും പ്രോസസ്സും ഒക്കെ റിസർച്ചിലെ ക്വസ്റ്റ്യൻസ് അല്ലേ. സംഭവം യൂണിറ്റ് കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. 6:30 തുടങ്ങേണ്ടത് നമ്മൾ 6:40 തുടങ്ങി തോന്നുന്നു. ഞാൻ പ്രയറിലായിരുന്നു, നിങ്ങളും പ്രയറിലായതുകൊണ്ട് 10 മിനിറ്റ് ലേറ്റ് ആയി. എങ്കിലും നമുക്ക് 7:50 ആകുമ്പോഴേക്ക് തീർക്കാൻ പറ്റി. ഗ്രേറ്റ്. ഒരു മണിക്കൂറും 10-15 മിനിറ്റ് കൊണ്ട് എന്തായാലും ഒരു യൂണിറ്റ് നമുക്ക് കവർ ചെയ്യാനായല്ലോ. നമ്മൾ ഇത് കഴിഞ്ഞ വെറുതെ വർഷം കവർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊക്കെ കഴിഞ്ഞ റിസർച്ചിന്റെ ആകെ ഒരു ജ്യൂസാണിത്, മിക്സ് അതെ ആക്കിയിട്ടുള്ള. അതെ, നമുക്ക് പൊതുവേ ഒരു ധാരണ ഉണ്ട്, സൈക്കോളജി പഠിക്കുമ്പോൾ ഇതിനെ പേപ്പർ പഠിക്കണം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം എന്നുള്ളത്. അത് ഏത് സാധനവും തിയറി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇതിന്റെ റിസർച്ച് നടത്തണം. റിസർച്ചിലൂടെയുള്ള തിയറി, ആ തിയറിയാണ് നമ്മൾ അത് പറഞ്ഞത്. അപ്പൊ ആ തിയറി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി റിസർച്ച് നടത്തണം. റിസർച്ച് നടത്തണമെങ്കിലോ സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. അതുകൊണ്ടാണ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സൈക്കോളജിയിൽ പൊതുവെ കാണാത്ത ഒരു പുതിയ ടോപ്പിക്കാണ് പോസിറ്റീവ് സൈക്കോളജി. അതും ഈ റിസർച്ചുമായിട്ട് എന്ത് കണക്ഷൻ ആണെന്നുള്ളത് ഇതിൽ നമ്മൾ പഠിച്ചത് കാര്യം. ഇതിനിടയിൽ പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം നല്ലോണം പ്രാധാന്യത്തോടെ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ചോദിച്ചേക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഇൻ പോസിറ്റീവ് സൈക്കോളജി. അതായത് പിന്നെ കാരണം ഈ 20 കൊല്ലം ആയിട്ടുള്ളൂ. 1998 മാർട്ടിൻ സെലിഗ്മാൻ ഇതിനെ ഇത് കൊണ്ടുവരുന്നത്. അപ്പോ അതിൽ ഇനിയും നല്ല ഒരു ഗ്യാപ്പുകൾ കിടക്കുകയാണ് പലതിലും. പോസിറ്റീവ് സൈക്കോളജി ഇപ്പം അടുത്ത് ഞാനൊരു ക്ലാസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ക്യാൻസർ പേഷ്യൻസിന് വരെ പോസിറ്റീവ് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി കുറെ ഗ്യാപ്പുകൾ കിടക്കുന്നുണ്ട്, അതിന് സാധ്യത കൂടുതലാണ്. ഇതൊക്കെ നമുക്ക് സ്വന്തം ഡെവലപ്പ് ചെയ്ത് എഴുതാനും പറ്റും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതെ, പോസിറ്റീവ് സൈക്കോളജിയിലെ പുതിയ കോൺസെപ്റ്റുകളൊക്കെ അതൊരു തിയറി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ റിസർച്ച് നടക്കണം. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. നമ്മളിപ്പോ നൺ തിയറി പറഞ്ഞ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു നൺ തിയറി, ഒരു നണ്ണിന്റെ ഒരു എക്സ്പീരിയൻസ്. അതായത് 10-80ഓളം കന്യാസ്ത്രീകളിൽ പഠനം നടത്തി. അത് റിസർച്ച് ആയിരുന്നു. ആ പഠനം നടത്തിയിട്ട് ഏറ്റവും കൂടുതൽ ലവും കെയറും ഗ്രാറ്റിറ്റ്യൂഡും കാണിച്ചിരുന്ന കന്യാസ്ത്രീകൾ കൂടുതൽ കാലം ജീവിച്ചു. അപ്പൊ ഒരു പഠനമാണ്, അപ്പൊ റിസർച്ചാണ്. ആ റിസർച്ച് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നാനോ മെത്തഡോളജി ഉപയോഗിച്ചിട്ടാണ്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക അല്ലെങ്കിൽ പോസിറ്റിവിറ്റി കൂടുതൽ ഉണ്ടാകുക എന്നുള്ളത് വെൽബീയിങ്ങിന് അല്ലെങ്കിൽ പ്രൊലോങ്ങിവിറ്റിക്ക് കാരണമാകുമ്പോൾ അതൊരു തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ റിസർച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനം നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് സൈക്കോളജിയിൽ വരുന്ന പെർമ മോഡൽ ആട്ടെ, അല്ലെങ്കിൽ ബ്രോഡൻ തിയറി ആട്ടെ, അങ്ങനെ ഏത് തിയറി ഉണ്ടെങ്കിലും അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇങ്ങനെ റിസർച്ചിന്റെ പഠനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം പഠിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു വിഷയത്തെ. കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കാനോ അല്ലെങ്കിൽ ബാക്കപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അനീഫ സർ, ഒരു മിനിറ്റ്. നോംസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? നോംസ് സെറ്റ് ചെയ്യാന്നല്ല പറയാറ്, അല്ലേ? നോം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു ഇപ്പൊ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ
ഇന്ന രീതിയിലേ അതാവാൻ പാടുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു നിയമങ്ങൾ ഉണ്ടാക്കുക, നോം സെറ്റ് ചെയ്യുക. റൂൾസിനെ തന്നെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. കാരണം റൂൾസ് ഇത് റൂൾസ് പ്രാക്ടിക്കലിന് മാത്രമായിരിക്കൂല. നോം ഷീറ്റ് എന്താ, നോം ഷീറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്നൊക്കെ വേറെ കുട്ടിന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ കേട്ടു. എന്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ആ നോംസ് പറയുന്നതിന് മുമ്പ് വേറെ 1-2 ടേം പറയുന്നില്ലേ? എന്താണ് സംഭവം? എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായിരുന്നാലും ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ അല്ലേ? അതെ, അത് വാലിഡിറ്റി, ഒബ്ജക്ടിവിറ്റി, വാലിഡിറ്റി, സ്റ്റാൻഡർഡൈസേഷൻ അങ്ങനെ പലതരത്തിലുള്ള ഒബ്ജക്ടിവിറ്റി ഉണ്ട്, പലതരത്തിലുള്ള വാലിഡിറ്റി ഉണ്ട്. അതുപോലെ ഒരു തിയറിക്ക് അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന് നോംസ് സെറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ റിസർച്ച് നടത്തുമ്പോൾ ആ റിസർച്ച് എങ്ങനെ നടത്തണം, ഏത് രീതിയിൽ കണ്ടക്ട് ചെയ്യണം, ഏത് രീതിയിലാണ് പോവേണ്ടത് എന്നതിനെ കുറിച്ചുള്ള റൂളാണ്. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ റൂള് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കില്ലേ, എന്താ പറയാ, മോഡസ് ഓപ്പറാൻഡി, ഹൗ ടു ഓപ്പറേറ്റ് ദിസ് എന്നുള്ള അല്ലെങ്കിൽ ഹൗ ടു കണ്ടക്ട് ദിസ് എന്നുള്ള, അതായിരിക്കും നോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം നമ്മൾ സാധനം പഠിച്ചിട്ടുണ്ട്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് അളക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് ഡാറ്റ്. അത് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ടൂളാണ്. പക്ഷെ അവിടുത്തെ കുട്ടികളുടെ ഇടയിൽ നടത്തുമ്പോൾ അതിന് ഇന്ന രീതിയാണ് എന്നുണ്ടാവും. അതിപ്പോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കൾച്ചർ മാറി, അപ്പൊ അതിനനുസരിച്ച് നോം ചെറിയ രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും. ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അതിൽ പറയുന്നത് വെച്ചാല് നോം എന്ന് പറയുന്നത് മോർ ഫ്ലെക്സിബിൾ ആണ്, ക്യാൻ വേരി ഗ്രേറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദി സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഓർ കൾച്ചർ. പക്ഷേ റൂൾസ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി മോർ റിജിഡ് ആൻഡ് സ്പെസിഫിക് ആയിരിക്കും. ഡെഫിനിഷൻ ആൻഡ് ബോർഡർ ലൈൻ. അതെ, അതായത് പറഞ്ഞ ഡാറ്റി എന്നത് വെസ്റ്റേൺ കൾച്ചറിനെ വെച്ചുള്ള വെസ്റ്റേൺ സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്ന അതേ സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെച്ചുകൊണ്ട് നമ്മളെ കുട്ടികളുടെ കരിയർ ഗൈഡൻസ് നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് കേരള സാഹചര്യത്തിനനുസരിച്ച് സൗത്ത് ഇന്ത്യയിലെ 10,000-കണക്കിന് കുട്ടികൾ പഠനം നടത്തിയിട്ട് കേരള ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്ത കേഡാറ്റ് എന്നത്, അതുപോലെ സിറ്റി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നടത്തിയ CDAT. അപ്പോ ഇവിടുത്തെ കുട്ടികൾ ഇപ്പൊ CBSE, ഖത്തറിലും ദുബായിലും അബുദാബിയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നടത്തുന്ന ഒരു കൗൺസിലിംഗിന്റെ രീതി അതേ ഐഡൻസ് ആയിരിക്കില്ല ഇന്ത്യയിൽ CBSE പഠിക്കുന്നവർക്കുള്ളത്. ഇന്ത്യയിൽ CBSE പഠിക്കുന്ന അതേ സിസ്റ്റത്തെ അതേ ഒരു ഗൈഡൻസ് ആയിരിക്കില്ല കേരള സിലബസ് പഠിക്കുന്നവർക്ക് ഉണ്ടാകുക. അപ്പോ ഒരു റിസർച്ച് നടത്തുമ്പോൾ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ ആ ഒരു നിർദ്ദേശം ഉണ്ടല്ലോ, അത് കൾച്ചറൽ വേരിയേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേരിയേഷൻ അനുസരിച്ച് ചെറിയ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇതുകൊണ്ട് നടത്തും വേണ്ടിവരും എന്നാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്. എന്തായാലും റിസർച്ച് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പഠനം എങ്ങനെ പോകണം എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു റൂൾ സെറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൈഡൻസ് ആണ് നോംസി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടോ. എന്റെ പഴയ ഓർമ്മയാണ്, പക്ഷെ അല്ല നോക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, താങ്ക് യു സർ. എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് റഫീഖ് സാറിന് നിസ്കാര സമയത്തായിരുന്നു എങ്കിലും ഭംഗിയായിട്ട് ഇത് അവതരിപ്പിച്ചു. നമ്മളെ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ശനി, തിങ്കൾ, ബുധൻ എന്നാണ്. ഏതെങ്കിലും ഇന്നത്തെ ഇത് വിഷയം ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും ഇൻട്രസ്റ്റ് ആവുള്ളൂ. കാരണം ഇനിയത്തെ അങ്ങോട്ടൊക്കെ നല്ല രസമുള്ള പോസിറ്റീവ് ഓരോ വിഷയവും നല്ല രസമുള്ള വിഷയങ്ങളാണ്. അത് കുഴപ്പമില്ല, അത് എക്സാം എഴുതിയവർക്ക് അറിയാം. അതേ ക്വസ്റ്റ്യന് അതായത് അന്ന് ചോദിച്ച ഈ എന്താ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എഴുതാൻ പറഞ്ഞ സെയിം കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്തത്. അപ്പോ ഏതെങ്കിലും ഫാക്കൽറ്റിക്ക് ഏതെങ്കിലും ദിവസം പ്രയാസം ഉണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരു ദിവസം ശേഷമായിട്ട് നമ്മളെ സെഷൻ നടക്കും. എന്തായിരുന്നാലും നമ്മൾ സ്കെഡ്യൂൾ അനുസരിച്ച് നടക്കും. സ്കെഡ്യൂൾ ഗ്രൂപ്പിലുണ്ട്. പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, എന്നിട്ട് എല്ലാവർക്കും ഉപകാരം എത്തട്ടെ. പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ്. സ്പെഷ്യൽ റഫീഖ് സാർ, താങ്ക് യു സോ മച്ച്. വൈൻഡപ്പ് ചെയ്യല്ലേ? താങ്ക് യു റഫീഖ് സാർ.